1984 ബി ജെ പിക്ക് 2 സീറ്റേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് 2004. അപ്പോൾ എങ്ങനെ ബി ജെ പി അധികാരത്തിൽ വന്ന? കോൺഗ്രസിൻ്റെ തെറ്റായ നയത്തിൻ്റെ ഫലമായിട്ട് ജനങ്ങളെ അണിനിരത്താൻ ബി ജെ പിക്ക് കഴിഞ്ഞു. ഒന്ന്, ഇന്ത്യൻ രാഷ്ട്രീയം 2 രീതിയിലാണ് കേന്ദ്രത്തെ നേരിടുന്നത്. മാർക്സിസം പറയുന്നത് തൊഴിലാളി വർഗത്തിൻ്റെ രാഷ്ട്രീയമാണ്. ഈ ആൻറ്റി കമ്മ്യൂണിസം പറയുന്നത് ക്യാപിറ്റലിസത്തിൻ്റെ രാഷ്ട്രീയമാണ്. മുതലാളിത്തത്തിന് തൊഴിലാളി വർഗത്തെ കൊള്ളയണമെങ്കിൽ കളവും വഞ്ചനയും പിടിച്ചു വരിയും ഓരോ കൂലി കുറക്കലും ആണ് അതിൻ്റെ പരിപാടി. കഴിഞ്ഞ 5-6 പതിറ്റാണ്ട് കാലമായി കേരളത്തിലെ എല്ലാ തിരഞ്ഞെടുപ്പുകളിലെയും നിറഞ്ഞ സാന്നിധ്യമാണ് ശ്രീ ഇ.കെ. നായനാർ. ശാരീരിക അസ്വസ്ഥയും കാരണം ഇക്കുറി ഭാഗികമായി തിരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുകയാണെങ്കിലും തിരഞ്ഞെടുപ്പിൻ്റെ സൂക്ഷ്മതലങ്ങൾ പോലും അദ്ദേഹം നിരീക്ഷിക്കുന്നു. കൈരളി ടിവിയുമായി തിരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ രാഷ്ട്രീയ പ്രശ്നങ്ങളെ അദ്ദേഹം വിശകലനം ചെയ്യുകയാണ്. എന്താണ് സാഹിബ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രത്യേകത? എന്താണ് സഖാവിൻ്റെ ഒരു വിലയിരുത്തൽ? ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത ഇന്ത്യൻ രാഷ്ട്രീയത്തിലൊരു പുതിയ അധ്യായമാണ്. കാരണം 45 കൊല്ലം ഭരിച്ചിരുന്ന കോൺഗ്രസ് പ്രതിപക്ഷമായി ചുരുങ്ങി വന്നിട്ടുള്ള ഒരു കാലഘട്ടം ഇപ്പോഴാണ്. കഴിഞ്ഞ 6 വർഷമായി ഭരിക്കുന്നതായിരിക്കുന്ന പുതിയൊരു ഭരണ സംവിധാനമാണ് ഇന്ത്യയിലുള്ളത്. അത് ബി ജെ പിയാണ്. മതശക്തികളുമായി കൂട്ടുപിടിച്ച് ഈ രാജ്യത്തിലെ ഹിന്ദു മുസ്ലിം മറ്റ് ന്യൂനപക്ഷങ്ങൾക്കെതിരായി ഒരു ഹിന്ദുത്വ രാഷ്ട്രം സ്ഥാപിക്കണം എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് അവർ മാനിഫെസ്റ്റോ പറയുന്നത് അതാണ്. ലക്ഷ്യം വെച്ചുകൊണ്ട് ഈ രാജ്യത്ത് പ്രവർത്തിക്കുന്ന ഒരു പുതിയ ഭരണ സംവിധാനമാണ് കഴിഞ്ഞ 6 വർഷക്കാലമായി തുടർച്ചയായിട്ട് വരുന്നത്. അതാണ് വാജ്പേയിയുടെ നേതൃത്വത്തിലും അദ്വാനിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രത്യേകത. ഇതിനു മുമ്പ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു മതേതര ജനാധിപത്യ ഭരണകൂടമായിരുന്നു ഇന്ത്യയിലുണ്ടായിരുന്നത്. അത് പരിപൂർണമായി അവസാനിപ്പിച്ചുകൊണ്ട് ഇവിടെ വെറും ഒരു ഹിന്ദുത്വ രാഷ്ട്രം സ്ഥാപിക്കണം എന്നുള്ള ഉദ്ദേശം വെച്ച് ഭരിക്കുന്ന ഒരു വർഗീയ ഛിദ്ര ശക്തിയാണ് ഇന്ത്യയിൽ കഴിഞ്ഞ 6 വർഷമായി അധികാരത്തിൽ. ഈ ഒരു മാറ്റം ഈ രാജ്യത്തിലെ ജനങ്ങൾ കാണും എന്നാണ് നമ്മുടെ ഈ ഇലക്ഷനിൽ ഉള്ള പ്രതീക്ഷ. അല്ലെങ്കിൽ കാണണം, അല്ലെങ്കിൽ അവരെ ബോധവൽക്കരിച്ചുകൊണ്ട് ഈ ഭരണകൂടത്തിന് എതിരായിട്ട് അണിനിരത്താൻ സന്നദ്ധമാകണം. കഴിഞ്ഞ ഈ ഭരണത്തിലെ 22 പാർട്ടികളെ കൂട്ടിച്ചേർന്നാണ് ബി ജെ പിക്ക് ഭൂരിപക്ഷമില്ല. 1984 ബി ജെ പിക്ക് 2 സീറ്റേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് 2004. അപ്പോൾ എങ്ങനെ ബി ജെ പി അധികാരത്തിൽ വന്ന? കോൺഗ്രസിൻ്റെ തെറ്റായ നയത്തിൻ്റെ ഫലമായിട്ട് ജനങ്ങളെ അണിനിരത്താൻ ബി ജെ പിക്ക് കഴിഞ്ഞു. ഒന്ന്. രണ്ടാമത്, ഇന്ത്യയിലെ ചെറിയ കൊച്ചു പാർട്ടികൾ, സംസ്ഥാനത്തിലുള്ള കൊച്ചു പാർട്ടികൾ, അങ്ങനെ 22 പാർട്ടികളെ കൂടി പിടിച്ചുകൊണ്ട് ബി ജെ പി ഒരു മുന്നണി ഉണ്ടാക്കി. അങ്ങനെ മുന്നണി ഭരണം ഈ രാജ്യത്ത് പ്രാദേശിക സംസ്ഥാന കക്ഷികൾ ബി ജെ പിയുടെ ഒരു നല്ല സ്വാധീനമുള്ളതായിരിക്കുന്ന കേന്ദ്ര നേതൃത്വം ചേർന്നുകൊണ്ടുള്ള ഭരണമായിരുന്നു 6 വർഷം. ഈ ഒരു മാറ്റം ഇന്ത്യ രാജ്യത്തിൽ പുതുതാണ്. 6 വർഷത്തിന് ശേഷം ഇപ്പോൾ നടക്കുന്ന ഭരണത്തിനെ പറ്റി ജനങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കും. ഇവിടെ ഒരു പ്രശ്നം, ഈ ബി ജെ പിയെ ഒരേപോലെ കോൺഗ്രസും ഇടതുപക്ഷവും നേരിടുന്നു. കേരളത്തിലൊരു പെക്യുലർ സിറ്റുവേഷൻ എന്ന് വെച്ചാൽ ഇവിടെ പ്രധാനപ്പെട്ട പോരാട്ടം കോൺഗ്രസും എൽ ഡി എഫും തമ്മിലാണ്, അതായത് യു ഡി എഫ് എൽ ഡി എഫും തമ്മിലാണ്. ഞാൻ പറയാം. കാരണം കോൺഗ്രസുമായി യോജിക്കണമെന്ന് സുർജിത്ത്, കോൺഗ്രസുമായി യോജിക്കാൻ പാടില്ലെന്ന് വി.എസ്. അച്യുതാനന്ദൻ, പിന്നെ മറ്റുള്ള ആളുകൾ 2 അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നുകൊടുക്കുക. ഒന്നുമില്ല, ഇതിൽ യാതൊരു കുഴപ്പവുമില്ല. പത്രങ്ങൾ സ്ഥിരം പരിപാടിയാണ് നടത്തി. ഇന്നത്തെ പത്രങ്ങൾ, കേരള പത്രം ഇതിന് വേണ്ടിയിട്ട് നടന്നുകൊണ്ട് പ്രചരിപ്പിക്കുക. കോൺഗ്രസുമായിട്ട് യോജിപ്പില്ലേ, നിങ്ങൾ കന്യാകുമാരിയിലുണ്ട്, മധുരയിലുണ്ട്, ഇവിടെയില്ല. എന്താ കാരണം വെച്ചാൽ ഇന്ത്യൻ രാഷ്ട്രീയം 2 രീതിയിലാണ് കേന്ദ്രത്തെ നേരിടുന്നത്. കേന്ദ്രത്തെ നേരിടുന്നതാണ് 2 രീതിയിൽ. ഒന്ന്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് സ്വാധീന ശക്തിയുള്ള ഒരു 3-4 സ്റ്റേറ്റുകൾ, ഇടതുപക്ഷ കക്ഷിക്ക് സ്വാധീനം കുറഞ്ഞിട്ടുള്ളതായിരിക്കുന്ന ഇന്ത്യയിലെ 28 ബാക്കിയുള്ള സംസ്ഥാനങ്ങൾ. ഈ ഒരു സംസ്ഥാനം വരുമ്പോൾ
ഇതിൽ 2 ടാക്ടിക്സ്, അതിൻ്റെ പേര് നയല്ല, 2 അടവുകൾ സ്വീകരിക്കും. അത് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി 2 അടവുകൾ സ്വീകരിച്ചിരിക്കുകയാണ്. ഒന്ന്, ഏറ്റവും അധികം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ശക്തിയുള്ള ബംഗാൾ, കേരള ആൻഡ് ത്രിപുര, ഇവിടെ കോൺഗ്രസിനെയും തോൽപ്പിക്കണം, ബി ജെ പിയും തോൽപ്പിക്കണം. എന്നിട്ട് ഇടതുപക്ഷ മുന്നണി കൂടുതൽ സീറ്റ് നേടിയെടുക്കണം ഈ 3 സ്റ്റേറ്റിൽ. ബാക്കി 25 സ്റ്റേറ്റ് വേറെയാണ്, ദുർബലമാണ്. ഇപ്പോൾ ഉദാഹരണം തമിഴ്നാട്, ഞങ്ങൾ കോൺഗ്രസുമായി ചില ധാരണകളുണ്ട്, ഈ മുന്നണിയില്ല. കോൺഗ്രസുമായി മുന്നണിയില്ല, ധാരണകൾ. ആന്ധ്രയിലുണ്ട് ധാരണകൾ. ഇപ്പം മഹാരാഷ്ട്ര പവർ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് ഇടതുപക്ഷ മുന്നണി എല്ലാം ചേർന്നുകൊണ്ടുള്ള ചില ധാരണകളുണ്ട്, യോജിപ്പ്. ഇതിനെ ശിവസേനയെയും ബി ജെ പിയെയും അല്ല, ഈ ടാക്ടിക്സ് അറിഞ്ഞുകൊണ്ടും പിന്നെ ആശയക്കുഴപ്പം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇവിടെയുള്ള ആണ് പത്രങ്ങൾ എഴുതുന്നത്. ഈ പത്രം ഇപ്പം ഇന്ന് രാവിലെ ഞാൻ ഒരു പത്രം വായിച്ചു. അതിൽ സൂർജിത്ത് കോൺഗ്രസുമായി യോജിക്കാൻ വേണ്ടി പറഞ്ഞതുകൊണ്ട് ഇവിടെ എന്തിന് കോൺഗ്രസിനെ എതിർക്കും? ഇവിടെ കോൺഗ്രസിനെ എതിർക്കേണ്ടത്. സൂർജിത്ത് പറഞ്ഞത് ശരിയാണ്. സൂർജിത്ത് ഓൾ ഇന്ത്യ പിക്ചറാണ്. അഖിലേന്ത്യാ തോതിൽ സൂർജിത്ത് പറഞ്ഞത് ഓൾ ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്കോ മറ്റിടതുപക്ഷത്തിനോ ഭൂരിപക്ഷം കിട്ടാനുള്ള സാഹചര്യം ഇന്നില്ല. അതേസമയത്ത് ഇടതുപക്ഷ കക്ഷികൾ ചേർന്നുകൊണ്ട് ബി ജെ പിക്ക് എതിരായിട്ടുള്ളതായിരിക്കുന്ന മതേതര കക്ഷികളെയും മറ്റ് കക്ഷികളെയും ചേർന്നുകൊണ്ടൊരു ഗവൺമെൻറ് സാഹചര്യമുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? ടാക്ടിക്സ്. കോൺഗ്രസ്സാണ് ബിഗ്ഗസ്റ്റ് പാർട്ടി ഇൻ ഇന്ത്യയിൽ. മതേതര കക്ഷിയിലെ ഏറ്റവും ഉന്നത കക്ഷി കോൺഗ്രസ്. എന്നാൽ അതിൻ്റെ തേർഡ് ഇടതുപക്ഷ പാർട്ടി നമുക്ക് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയാണ്. അതാ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി തേർഡാണ് ഇന്ത്യയിൽ. ഫസ്റ്റ് കോൺഗ്രസ്, സെക്കൻഡ് ഞാൻ ഓപ്പോസിഷനെ പറ്റിയായി പറയുന്നത്. സെക്കൻഡ് മുലായം സിംഗിൻ്റെ, അതുപോലെ ബി ജെ പി ലാലു പ്രസാദ്, ഇതെല്ലാം കൂടി ചേർന്നിട്ടുള്ള മുന്നണിയുടെ സെക്കൻഡ്. തേർഡ് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി. കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി സെക്കൻഡായി വളർന്നു വരാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഇവിടെ ഒരു ചെറിയൊരു ചോദ്യം, ഇലക്ഷന് ശേഷം. അതെ, ഇവിടെ പിന്നെ ആന്റണി ഇതിനിടയിൽ ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. അതായത് പിന്നെ ഇടതുപക്ഷം കാലഹരണപ്പെട്ടു. അത് പറയാം. എന്താ ആന്റണിയെ പറ്റി പറയാൻ? ആന്റണി ആ പറഞ്ഞതിലേ അയാൾ ചിന്തിക്കുന്ന മാർഗത്തിൽ തെറ്റില്ല എന്നുള്ള അഭിപ്രായക്കാരനാണ്. കാരണം എന്താ വെച്ചാൽ അത് കാരണം മനസ്സിലാക്കണം, വെറുതെ ഞാൻ പറയല്ല. 959 ജൂലൈക്ക് ശേഷം EMSൻ്റെ ഗവൺമെൻറ്റിനെതിരായിട്ട് ഇവിടെ ഒരു വിമോചന സമരം നടന്നു ഈ കേരളത്തിൽ. അന്ന് ഇയാൾ കേസിയോ ചേർത്തലക്കാരൻ ഭരണ സമരത്തിന് വേണ്ടി നിലനിന്നിട്ടുള്ള ആളാണ് AK ആൻ്റണി. അന്ന് ആ സമരത്തിൽ സജീവമായ വിദ്യാർത്ഥികളെ ആകെ ഇളക്കി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ്റിനെതിരായിട്ട് അതിന് പണ്ഡിറ്റ് നെഹ്റുവാണ് അവസാനം ആ ഗവൺമെൻറ്റിനെ പിരിച്ചുവിട്ടത്. അപ്പോൾ അന്ന് മുതൽ ഇന്ന് വരെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്കെതിരെ, പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു 80 മുതൽ 81 ഒക്ടോബർ വരെ. അന്ന് എൻ്റെ കൂടെയായിരുന്നു. ബാക്കി എല്ലാ ഘട്ടത്തിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരാണ്. പിന്നെ അയാൾ ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരായി പറയുന്നതിന് വലിയ ആശ്ചര്യമുണ്ട്. അതിലെനിക്ക് ആശ്ചര്യമില്ല. അയാൾ കമ്മ്യൂണിസ്റ്റ് അനുഭാവിയാവാതിരുന്നെങ്കിലേ ആയെങ്കിലേ ആശ്ചര്യമുള്ളൂ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി കാലഹരണപ്പെട്ട പാർട്ടിയാണെന്ന് അയാൾ പറഞ്ഞിട്ടില്ലെങ്കിൽ അയാളുടെ ജീവിതത്തിൽ തുറന്നു വന്ന ആൻറ്റി കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ സ്വഭാവത്തിന് മാലിന്യം കിട്ടുക, അല്ലെങ്കിൽ വെളിച്ചം കിട്ടുക. അയാൾ ആൻറ്റി കമ്മ്യൂണിസ്റ്റാണ്. നിങ്ങളെന്തിനാ അയാൾ ചിന്തിക്കുന്നത്? അല്ല, ഈ CPI ഒരു നെറുകെട്ട പാർട്ടിയാണെന്ന് പറയില്ല, തെറ്റാണ്. അയാൾ പറയുന്നത് മുഴുവൻ തെറ്റാണ്. കമ്മ്യൂണിസ്റ്റുകാർക്കോ മാർക്സിസ്റ്റുകാർക്കോ ഒരിക്കലും യോജിക്കാത്ത ചില വിശേഷണങ്ങൾ അദ്ദേഹം കൂട്ടിച്ചേർക്കുകയാണ്. അയാളെ പറ്റി അച്യുതാനന്ദൻ വേറെയും ചേർക്കും. അത്രയേ ഉള്ളൂ വ്യത്യാസം. അത് കാരണം അയാൾ ആൻറ്റി കമ്മ്യൂണിസ്റ്റാണ് ജനിച്ചപ്പോൾ. എന്തുകൊണ്ട്? അച്ഛന്മാരുടെ രാഷ്ട്രീയവും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയവും കൂടി ചേർന്ന് 59 വിമോചനത്തിൻ്റെ കൂടെ SNDP ഉണ്ട്, NSS ഉണ്ട്, കത്തോലിക്ക സഭയുണ്ട്, അതുപോലെ തന്നെ വിമോചന സംഘടനയുണ്ട്, മതത്വ പലാപനുണ്ട്. ഇവരൊക്കെ ഉണ്ടായിരുന്നില്ലേ? കരുണാകരനുണ്ട്. അതിൻ്റെ മുന്നിൽ കരുണാകരനല്ലേ? അന്ന് ഞങ്ങളാ ഫൈറ്റ് ചെയ്ത് ഇവരെ. അന്ന് ഇന്ദിരാഗാന്ധി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഉള്ളതുകൊണ്ട് ആ ഗവൺമെൻറ്റിനെ പിരിച്ചുവിട്ടു. നെഹ്റു ആ പിരിച്ചുവിട്ടത്.
എന്നാൽ അതിനെ രാജേന്ദ്രബാബു എതിർത്തു. അന്ന് ആ പിരിച്ചുവിട്ടത് ആൻറ്റി ഡെമോക്രസിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യ യൂണിയൻ പ്രസിഡന്റ് അയാളെ ആത്മകഥയിൽ എഴുതിയിട്ടുണ്ട്. പക്ഷേ ഈ ആൻ്റണി ഉദാഹരണം പറഞ്ഞാൽ ഞാൻ രാഷ്ട്രീയത്തിൽ ഒരു സദാചാരം വെച്ച് പുലർത്തുന്ന വ്യക്തി ഇല്ലല്ലോ. സദാചാരം എന്ന് പറഞ്ഞാൽ ഈ രാഷ്ട്രീയത്തിലില്ല. എന്താ കാരണം? ആൻറ്റി മാർക്സിസം സദാചാരത്തിനെ നിരീക്ഷിച്ച. മാർക്സിസം പറയുന്നത് തൊഴിലാളി വർഗത്തിൻ്റെ രാഷ്ട്രീയമാണ്. ഈ ആൻറ്റി കമ്മ്യൂണിസം പറയുന്നത് ക്യാപിറ്റലിസത്തിൻ്റെ രാഷ്ട്രീയമാണ്. മുതലാളിത്തത്തിന് തൊഴിലാളി വർഗത്തെ കൊള്ളയണമെങ്കിൽ കളവും വഞ്ചനയും പിടിച്ചു വരിയും ഓരോ കൂലി കുറക്കലും ആണ് അതിൻ്റെ പരിപാടി. അതുകൊണ്ട് ആൻ്റണി അതൊക്കെ പറയും. അതിന് നീ എന്തിനാ ആശ്ചര്യപ്പെടും? അതാണ് എൻ്റെ ചോദ്യം. ഞാൻ ഈ ആൻ്റണി പ്രസംഗിക്കുന്ന എനിക്ക് ആശ്ചര്യമില്ല. അയാളുടെ ലൈഫ് അതാണ്. ആൻ്റണി നന്നായിട്ട് അറിയാലോ. അറിയാം. എൻ്റെ സുഹൃത്താ. ഓ, കൂടെ ഉണ്ടായിരുന്നു കുറച്ചു കാലം. എൻ്റെ 1.25 കൊല്ലം. എന്തായിരുന്നു എന്നിട്ട് ആ 1.25 കൊല്ലം എൻ്റെ കൂടെ ഉണ്ടായിരുന്ന അയാൾ 980 ആദ്യത്തിൽ ജനുവരിയിൽ ഗവൺമെൻറ്റിൽ വന്നു. 81 ഒക്ടോബർ എൻ്റെ കാല് വാരി ഡൽഹിയിൽ നിന്ന് പണം കിട്ടി. കോൺഗ്രസ് പ്രസിഡന്റ് അയാൾ പണം കൊടുത്തയച്ച് ഉമ്മൻചാണ്ടി, AK ആൻ്റണി, ഈ കക്ഷി അവസാനം BC ചാക്കോ, BC ചാക്കോ, ഈ മാണി, ഇവരെല്ലാം വഞ്ചിച്ചപ്പുറം പോയതായിട്ടാണ് ഞാനും ബേബി ജോണും എല്ലാം ഒന്നായി സ്ട്രോങ്ങായി നിന്നിട്ടും 981 ഒക്ടോബർ 25 ആ ഗവൺമെൻറ്റിൻ്റെ ഭൂരിപക്ഷം നഷ്ടപ്പെട്ടത്. ഞാൻ രാജിവെച്ചു. അല്ല, ഈ കാലിവാരൽ നടത്തിയിട്ടും സദാചാരത്തെക്കുറിച്ച് ആന്റണി പറയുന്നതിൽ അത്ഭുതമില്ലേ? ഇത്തരത്തിലുള്ള കാലിവാരൽ ഇപ്പം താങ്കൾക്ക് മാത്രമല്ലല്ലോ ഈ കാലിവാരൽ നേരിടേണ്ടി വന്നത്. അതെ, കേരളത്തിലുള്ള ഒരുപാട് മുഖ്യമന്ത്രിമാരെ കാലിവാരി ചരിത്രം ആന്റണി കൊണ്ടുവന്ന. ആ കരുണാകരൻ്റെ കാലുവാരി 1975 2 തവണ കരുണാകരൻ്റെ കാലുവാരി ഈ ആൻ്റണി. എൻ്റെ കാലുവാരലാണ് അയാളുടെ സ്ഥിരം ജോലി ആൻ്റണിയുടെ. പിന്നെ അയാൾ വഞ്ചനയെപ്പറ്റി വ്യാഖ്യാനിച്ചിട്ട് എന്താ പ്രയോജനം എന്നാണ് എൻ്റെ ചോദ്യം. നമ്മളെന്തിനാ അയാളെപ്പറ്റി ആശ്ചര്യപ്പെടുന്നത്? നിങ്ങൾക്ക് അനുകൂലം കിട്ടില്ല. അയാളിത് പറയും ആൻറ്റി കമ്മ്യൂണിസ്റ്റിൻ്റെ ജന്മനാൽ സ്വഭാവം. അത് ആൻറ്റി കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു സൊസൈറ്റിയുടെ പ്രതിനിധിയാണ്. ആ സൊസൈറ്റി എന്താ? തൊഴിലാളി വർഗ സൊസൈറ്റി അല്ല, ക്യാപിറ്റൽ സൊസൈറ്റി ആൻഡ് ഫ്യൂഡൽ സൊസൈറ്റിയാണ്. ഇത് രണ്ടും എക്സ്പ്ലോയിറ്റേഷൻ്റെ സ്വഭാവമാണ്, ചൂഷണത്തിൻ്റെ. അന്ന് ഇപ്പോൾ 81 കാലുവാരുമ്പോൾ പിന്നെ ആൻ്റണി വന്ന് പറഞ്ഞിരുന്നോ ഞാൻ? അപ്പോൾ എന്തായിരുന്നു ആൻ്റണി ഇവിടെ ഈ കോൺഗ്രസ്സുകാരെ അപ്പുറത്ത് നിന്ന് ഡൽഹിയിൽ നിന്ന് ഇൻസ്ട്രക്ഷൻ വന്ന ഉമ്മൻചാണ്ടിയും ആൻ്റണിയും എല്ലാം കൂടി ഒരു ദിവസം ഇവിടെ ഭക്ഷണം കൊടുത്ത് മറ്റ് കോൺഗ്രസ്സുകാരെയും കൂടി ബന്ധപ്പെട്ട് കരുണാകരൻ 9 സീറ്റേ കരുണാകരനുള്ളൂ. അന്ന് അസംബ്ലിയിൽ 9 സീറ്റാണ്. കരുണാകരൻ അതിനേ തയ്യാറായിട്ടാണ് ഡൽഹിയായിട്ട് കോണ്ടാക്ട് ചെയ്തത്. അങ്ങനെ പൈസയും കിട്ടിയെന്നാണ് അന്നത്തെ പത്രങ്ങളിൽ മുഴുവൻ പറഞ്ഞത്. അവിടെ നിന്ന് കൊടുത്തു ഡൽഹിയിൽ നിന്ന് 75 കോടിയോ അങ്ങനെ ലക്ഷം രൂപ. അങ്ങനെയുണ്ട്, അന്ന് പേപ്പറിലുണ്ടായിരുന്നു. അപ്പോൾ വരുന്നുണ്ട് നിനക്കറിയാം, ഞങ്ങൾക്കറിയാം. വന്നോട്ടെ. വന്നു അവർ ഊണ് കൊടുത്ത് അവർ രാജി പ്രഖ്യാപിച്ചു. അതിന് മുമ്പ് സഖാവിനെ കണ്ട് സംസാരിച്ചിരുന്നോ? ഇല്ല, ഞങ്ങൾ അതൊന്നും സംസാരിച്ചിട്ടില്ല. അല്ല, അത്തരം മര്യാദകളൊന്നും പുറത്ത് അങ്ങനെ മര്യാദ ഇല്ലല്ലോ. ഇങ്ങനെ മര്യാദ ഏർപ്പാട്. നേരത്തെ വന്ന് ഞങ്ങൾ പോവുകയാണ്. അയാൾ ഞാൻ ചോദിക്കാം, അടിയന്തരാവസ്ഥ കാലത്ത് വഞ്ചിച്ചു. തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ്റിനെ മറിച്ചിടാൻ കമ്മ്യൂണൽ കാസ്റ്റ് പാർട്ടികളുമായിട്ടെല്ലാം കൂട്ടിച്ചേർന്ന് ഇന്ദിരാഗാന്ധി പണ്ഡിറ്റ് നെഹ്റുവും ഇന്ദിരാഗാന്ധി ഇവിടെ വന്ന് നയിച്ചത് സമരത്തെ കൂടെ പ്ലാൻ ചെയ്ത് ആ ഗവൺമെൻറ്റിനെ മറിച്ചിടാൻ എല്ലാ വഞ്ചനയും നടത്തി മറിച്ചിട്ടു. അതൊന്ന്. സെക്കൻഡ്, 975 ജൂൺ മാസം അടിയന്തരാവസ്ഥ വന്നു. ആ അടിയന്തരാവസ്ഥയ്ക്ക് ജാഥ നയിച്ച് പിന്തുണ നൽകിയത് ഈ സെക്രട്ടേറിയറ്റിന് മുമ്പിലാണ്. ഞങ്ങളന്ന് ഓപ്പോസിഷനാണ്. കരുണാകരനാണ് ഗവൺമെൻറ്റിനെ രാജിവെപ്പിച്ചു. അതെന്തോ രാജൻ കേസ്, ആ കേസ് രാജിവെപ്പിച്ചു. അയാളാണ് ഇവിടെ ജാഥ നയിച്ച് ആദ്യം ജാഥ നയിച്ചിട്ട് അടിയന്തരാവസ്ഥയ്ക്ക് പിന്തുണ നൽകി. ഞാൻ ഒളിവിൽ പോയി. EMS അറസ്റ്റ് ചെയ്തു. AKG 2 ദിവസം ഒരാഴ്ചയായിട്ടും വെച്ചു. EMS 2 ദിവസമായിട്ട് ഈ ജയിലിൽ കിടന്നു, പൂജപ്പുര ജയിലിൽ, അടിയന്തരാവസ്ഥയിൽ. അങ്ങനെ അടിയന്തരാവസ്ഥയെ പൂർണ്ണമായി പിന്തുണ CPI പോരാണ്ട, അത് ആ കൂട്ടത്ത് പെട്ടതാണെന്ന് പോട്ടെ, അത് ഞാൻ ഇപ്പോൾ പറയുന്നില്ല. അപ്പോൾ ഇവർ അന്ന് നമുക്കെതിരെ ഞങ്ങൾ ഫൈറ്റ് ചെയ്തല്ലേ ഇവിടെ. ആൻ്റണി പൂർണ്ണമായി ജാഥ നയിച്ച് അതിന് പിന്തുണ നൽകി അടിയന്തരാവസ്ഥക്ക്
കരുണാകരൻ്റെ മന്ത്രിസഭയെ അടക്കം മറിച്ചിട്ട് രണ്ടായി. പിന്നെ വന്നത് മൂന്നാമത് അടിയന്തരാവസ്ഥ കഴിഞ്ഞ് പിന്നെ ഇയാൾ ഞാനും അയാളും കൂടി ചേർന്ന ഈ ഗവൺമെൻറ് 80 കരുണാകരൻ 9 പേരുള്ള സീറ്റ് മാത്രം. അപ്പം അന്ന് 1.25 വർഷം കഴിഞ്ഞപ്പോൾ അവിടെയും വഞ്ചിച്ചു. അപ്പോൾ വഞ്ചനയുടെ ഒരു ചരിത്രം അയാളെ ലൈഫിലുള്ളതായ ഞാൻ എനിക്കയാളോട് വിരോധമില്ല. എന്താ കാരണം വെച്ചാൽ നീ ഒരു മനുഷ്യനെ വൃത്തികെട്ടവനാണെന്ന് മനസ്സിലാക്കിയ അതുപോലെ പെരുമാറിയാൽ മതിയല്ല. പിന്നെ നിന്നെ ഭയപ്പെടുന്നതിനാ? അതാണ് എൻ്റെ ചോദ്യം. നിന്നുമായിട്ട് ആലോചിക്കും. ഈ ആന്റണി ഇങ്ങനെ പറയുന്നതിലൊന്നും ഒരു കുലുക്കവും എനിക്കൊന്നുമില്ല, ഒന്നും തോന്നാറില്ല. അയ്യേ, എന്താ കാരണം വെച്ചാൽ അയാളെ ലൈഫാണ്. പണ്ടും അങ്ങനെയായിരുന്നു. അതെ, പണ്ടും ഒരു നിസ്സംഗതയാണ്. ഈ 959 മുതൽ അയാൾ തുടങ്ങിയത്. അപ്പം ഈ ആന്റണി ഈ കാര്യമായിരുന്നു കൊണ്ടായിരിക്കും ചിലപ്പോൾ കരുണാകരനും ആന്റണിയോടൊരു ദേഷ്യം എപ്പോഴും. അത് കരുണാകരനും ആന്റണിയും തമ്മിലായി പിന്നത്തെ കാലുമായിരുന്നു. അങ്ങനെയാണ്. നമ്മളെ കാല് കഴിഞ്ഞു, മിച്ചമുള്ള കാലം അപ്പുറത്താണ്. പിന്നെ കരുണാകരനും ആന്റണിയും തമ്മിൽ അവരെ പാർട്ടിയിൽ ഒരു യോജിച്ച സംഘടന ഉണ്ടാക്കാൻ അവർക്ക് സാധിച്ചില്ല. ഞാൻ ചോദിക്കുന്നത്, അവർ ആൻറ്റി മുസ്ലിം അല്ലേ? അവർ പ്രോ BJP അല്ലേ ഇവർ? അതെ, ആൻറ്റി മുസ്ലിം. ഞാൻ ചോദിക്കട്ടെ, ന്യൂനപക്ഷത്തിനെതിരായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് വിളിച്ചോ ഇന്ന് വരെ? പക്ഷേ ഒരു കാര്യം, ആന്റണി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. എല്ലാ അഭിമുഖങ്ങളിലും സമ്മേളനങ്ങളിലൊരു കാര്യം ആന്റണി പറയുന്നുണ്ട്. ഞാനൊരുപാട് മാറി, ആന്റണി എന്ന രാഷ്ട്രീയക്കാരൻ മാറി. ഞാനിപ്പോൾ പണ്ട് ഞാൻ എതിർത്തിരുന്ന ആൾക്കാരെയൊക്കെ ഞാൻ അങ്ങോട്ട് പോയി കാണാറുണ്ട്. സമുദായിക നേതാക്കൾ, അതെ, മാതാമൃതാനന്ദ പണ്ട് കൂടിയിട്ടില്ലേ? അല്ല, പക്ഷേ ഈ പറഞ്ഞ ഇതിനെ എതിർക്കുന്ന ആൾക്കാർ തലയും മുണ്ടിട്ടാണ് ഇവരെ പോയി കാണുന്നത്. എനിക്കൊന്നും മറക്കാനില്ല, ഞാൻ കൃത്യമായി ഇവരെ കാണാറുണ്ട്. അതിനെന്താ പ്രശ്നം? നിങ്ങൾ കാണാറുണ്ടെന്നല്ലേ നമ്മളും പറയുന്നത്. നിങ്ങൾ പണിക്കരെ കാണലുണ്ട്, നിങ്ങൾ വള്ളാപ്പള്ളിയെ കാണാറുണ്ട്, നിങ്ങൾ കത്തോലിക്കാച്ചനെ കാണലുണ്ട്, എല്ലാവരും കണ്ട് യുണൈറ്റിപ്പിക്കാറുണ്ട്. അത് തെറ്റാ പൊളിറ്റിക്സ് എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ആ പൊളിറ്റിക്സ് ഇപ്പോൾ സാമുദായിക സംഘടന ഇവിടെ ഒരു ഇഷ്യൂ വന്നു. നമ്മുടെ പണിക്കർ, നാരായണ പണിക്കർ, വള്ളാപ്പള്ളി, ആ ഇഷ്യൂ എന്താ? അവരിപ്പോൾ തീരുമാനിച്ചത് മതേതര അല്ല, സമദൂര സിദ്ധാന്തം. ഞാനതിനെതിരല്ല. എന്താ കാരണം എന്ന് പറഞ്ഞാൽ, ആ 2 കമ്മ്യൂണിറ്റി സംഘടന ഉണ്ടായത് ഒരു കാലഘട്ടത്തിൽ ദിവാൻ ഭരണകാലത്ത്. അന്ന് കുറേ നായരുടെ ഡിമാൻഡുണ്ട് ബ്രാഹ്മണനെതിരായിട്ട്, ഈഴവരുടെ ഡിമാൻഡുണ്ട് ജീവിതത്തിൽ, ക്രിസ്ത്യാനികളുടെ ഡിമാൻഡുണ്ട്. ആ ഡിമാൻഡിന് വേണ്ടി ഉണ്ടാക്കിയ സംഘടന. അതിന് നമ്മളെതിരല്ല. പക്ഷേ രാഷ്ട്രീയത്തിൽ നിങ്ങൾ പ്രവേശിക്കുമ്പോൾ നിങ്ങൾക്കെതിരായിട്ട് ഈ സംഘടനകൾ നിൽക്കും. ഇതിനായിട്ടെങ്കിൽ കരുണാകരനും NSS തമ്മിൽ എന്തോ തെറ്റുണ്ടായിരിക്കണം. ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഉണ്ടായല്ലോ. കരുണാകരനും NSSും തമ്മിലുള്ള സംഘടന ഇപ്പോൾ തുടങ്ങിയതല്ല, ഇപ്പോൾ തുടങ്ങിയല്ലോ. കരുണാകരൻ കഴിഞ്ഞ ഇലക്ഷനിൽ NSSൻ്റെ വോട്ട് വാങ്ങിയത് എനിക്ക് നല്ല ഉറച്ച വിവരമുണ്ട്. ചങ്ങനാശ്ശേരി മാത്രമല്ല, മുകുന്ദപുരം. അയാൾ ജയിച്ച സീറ്റ് NSSൻ്റെ വോട്ട് വാങ്ങിയിട്ടാണ്. എവിടെയാ? മുകുന്ദപുരം. അതാണ് കഴിഞ്ഞ ഇലക്ഷനിൽ. ഇത്തവണ നടന്നില്ല. ഇക്കുറി മക്കൾക്ക് വേണ്ടി വോട്ട് ഇത്രേ അവർ തമ്മിലുള്ള തർക്കം, അല്ലാതെ ബേസിക് പ്രിൻസിപ്പിളല്ല, അവർ തമ്മിലുള്ള തർക്കം. ആര്? SNDP ആയിട്ടുണ്ടല്ലോ, വിദ്യാസാഗർ. അതിനൊന്നും നമ്മളെതിരല്ല. അത് അവരുടെ their own duty. അവരവരുടെ കാര്യം നോക്കുക. ഞാൻ പറയുന്നത്, അവർക്ക് ഈ രാജ്യത്തിൻ്റെ രാഷ്ട്രീയത്തിൽ അവരിറങ്ങുമ്പോൾ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുമായിട്ട് ചിന്തിക്കണം. ഇപ്പോൾ പിന്നെ ആന്റണിയുടെ നേതൃത്വത്തിൽ ഒരു നവോത്ഥാന യാത്ര നടക്കുകയാണ്. നവോത്ഥാന യാത്ര ഒരു വഞ്ചനയാണ്. കാസർഗോഡ് നിന്ന് തുടങ്ങിയിട്ട ഒരു വഞ്ചന ഈ തിരുവനന്തപുരം വരെ വഞ്ചന ജാഥയാണ്. ഇപ്പോൾ ഇന്നലെ അയാൾക്ക് സുഖമില്ല, ആശുപത്രിയില്ല. നീ വായിച്ചിട്ട് ഇന്ന് പേപ്പറിൽ. പക്ഷേ കരുണാകരനും ആന്റണിയും കൂടെ ഒരുമിച്ചാണ് നടത്തുന്നത്. അത് പറഞ്ഞിട്ട് കാര്യമില്ല. കരുണാകരനും അവരും തമ്മിൽ യോജിച്ചായിരുന്നെങ്കിൽ വല്ലഭായ് പട്ടേലും നമ്മുടെ പണ്ഡിറ്റ് നെഹ്റു യോജിച്ച പോലെയാണ്. പണ്ടേ ഞാനന്ന് കോൺഗ്രസ്സാണ്. അന്ന് പട്ടേൽ ഒരു ഭാഗത്ത്, നെഹ്റു ഒരു, ഞങ്ങളൊക്കെ നെഹ്റു കക്ഷിക്കാരാണ്, പട്ടേൽ മറ്റേ കക്ഷിയാണ്. അതുപോലെയാണ് ഇപ്പോൾ കരുണാകരൻ. അപ്പോൾ ഇവർ വീണ്ടും തെറ്റുന്നാണോ പറയുന്നത്? പിന്നെ അവർക്ക് യോജിക്കാൻ സാധിക്കില്ല. കാരണം പോളിസി അല്ലല്ലോ. ഇപ്പം മാർക്സിസ്റ്റ് പാർട്ടികൾക്കകത്ത് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ ഞങ്ങൾ ഡിസ്കസ് ചെയ്തിട്ട് ഒരു പോളിസിയിലെത്തും. കോൺഗ്രസ്സിന് എന്താ പോളിസി? നിങ്ങൾക്ക് BJPക്കെതിരായിട്ട് പോളിസി ഉണ്ട് ഇവിടെ ഇപ്പോൾ ആലോചിക്കുന്നത്. കരുണാകരൻ BJPയുടെ വോട്ട് വാങ്ങി നമ്മുടെ കൊടുങ്ങല്ലൂർ അല്ല, എന്താ ഇവനുണ്ടല്ല, തിരുവനന്തപുരത്ത് കോൺഗ്രസിൻ്റെ വോട്ട് രാജഗോപാലിന് കൊടുക്കാൻ ശ്രമിക്കുകയാണ്. അത് ശരി.
ഇത് കരുണാകരനാണ്. ശരിയുണ്ടോ തെറ്റുണ്ടോ എനിക്കല്ല, എനിക്ക് കിട്ടിയ ഒരു ഇൻഫർമേഷൻ. ഇവിടെ കിടന്നിട്ട് ഈ വിവരം എങ്ങനെ കിട്ടണത്? ഇവിടെ കിടന്നിട്ട് വിവരം കൃത്യമായി കിട്ടും. അതെനിക്കുണ്ട്, എനിക്ക് ആ ഇൻഫർമേഷൻ എല്ലാ സ്ഥലത്തും അതിനാളുണ്ട്. ഇവരുടെ ആൾക്കാർ തന്നെ വന്ന് പറയും. എന്നോട് പറയുന്നതിന് അവർക്ക് വിരോധം. ഞാൻ രംഗത്തില്ല, അതിന് കുഴപ്പമില്ല. ഇവിടെ കരുണാകരൻ ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, അവന് കോൺഗ്രസ് ഒന്നുമില്ല, തൻ്റെ 2 മക്കളെ ജയിപ്പിക്കണം. 2 മക്കളുള്ളതുകൊണ്ട് രക്ഷപ്പെട്ടു. 2 മക്കളെ ജയിപ്പിക്കണം. കൂടുതൽ മക്കളുണ്ടായിരുന്നെങ്കിൽ വേറെ ടാക്ടിക്സ് എടുക്കും. ഇന്നത്തെ ടാക്ടിക്സ് എന്ന് പറഞ്ഞാൽ വടക്കാഞ്ചേരി കിങ്ങിണിക്കൂട്ടൻ. കിങ്ങിണിക്കൂട്ടൻ എന്നാണ് നമ്മുടെ ഇവൻ്റെ പേര്. ആരെ? ഈ മുരളീൻ്റെ കൂടെ അല്ല, നമ്മൾ കൊല്ലത്തെ ശരത്ചന്ദ്ര പ്രസാദ് വിളിച്ചിട്ടുള്ളത് കിങ്ങിണിക്കൂട്ടൻ. ആരാ? ഈ വടക്കാഞ്ചേരിയിലെ സ്ഥാനാർത്ഥി കിങ്ങിണിക്കൂട്ടൻ, വിഷവൃക്ഷൻ. ഈ ശരത്ചന്ദ്ര പ്രസാദിന്റെ പേരാ. അല്ല, മുരളിയെക്കുറിച്ച് അവർ പറഞ്ഞു. അതെ, മുന്നണീൻ്റെ പേരാ ഇവനിട്ടിരിക്കുക. കിങ്ങിണിക്കൂട്ടൻ മോനെ ഞാനത് ചായ വാങ്ങിക്കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഇട്ടിരിക്കുക. ആര്? നമ്മുടെ ശരത്ചന്ദ്ര പ്രസാദും രാജ്മോഹൻ ഉണ്ണിത്താൻ. അതെ, രാജമോഹന് 25 ലക്ഷത്തിന്റെ കഥയുള്ളൂ. ഇവൻ കിങ്ങിണിക്കൂട്ടനും വിഷവൃക്ഷവും ഒക്കെ മന്ദബുദ്ധിയൊക്കെയാണ് നമ്മുടെ ഇവന്റെ പേര്. ആരെ? ശരത്ചന്ദ്ര പ്രസാദ്. മുരളിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. മുരളിയെക്കുറിച്ച് ഞാൻ ചോദിക്കട്ടെ, ഇപ്പം 2 സ്ഥലത്തും കൗണ്ടർ കാൻഡിഡേറ്റ് ഉണ്ട്. അതല്ല, കരുണാകരൻ ഇപ്പോൾ ഓടുന്നതെന്ന് വെച്ചാൽ ഈ 2 സ്ഥലത്ത് RSSന്റെ വോട്ട് പിടിക്കാൻ. RSSന്റെ ലീഡർ PP മുകുന്ദനാണ്. മുകുന്ദൻ ഇവരെ എതിർക്കുന്നുണ്ടോ? അതാണ് എൻ്റെ ചോദ്യം. ഇപ്പം കേരളത്തിലെ RSSന്റെ ടോപ്പ് ലീഡർ മുകുന്ദനാണ്. നീ കാണുന്ന രാജഗോപാലനൊന്നുമല്ല. ഇപ്പോൾ RSSന്റെ വോട്ട് വാങ്ങിയിട്ട് പത്മജക്കും മുരളീധരനും കൊടുപ്പിക്കാൻ കരുണാകരൻ ശ്രമിക്കുകയാണ്. ഇവിടെ ഈ കൃഷ്ണകുമാർ അല്ലേ നമ്മളിവിടുത്തെ കോൺഗ്രസ്കാരുടെ ഇവിടെ ശിവകുമാറിനെ അറിയിക്കാതെ കോൺഗ്രസിൻ്റെ വോട്ട് BJP കൊടുപ്പിക്കാൻ കരുണാകരൻ ശ്രമിക്കുക. ഇങ്ങനൊരു ടാക്ടിക്സ് നടക്കുന്നുണ്ട്. അത് എത്ര കണ്ട് പൂർത്തിയായി എന്ന് എനിക്കറിയില്ല. ഇതിപ്പോൾ അണ്ടർസ്റ്റാൻഡിങ്ങിൽ നടക്കുക. ശരി, ഇത് പൂർത്തിയായോ എന്ന് പറയാൻ കഴിയില്ല. പക്ഷെ വിവരം കിട്ടിയിട്ടുണ്ട്. ഇത് നടക്കുകയാണ്. ഇത് നിങ്ങൾ വിചാരിക്കുന്നതല്ല ടാക്ടിക്സ്, കറക്റ്റാണ്. അത് കേട്ടപ്പോൾ എനിക്ക് തോന്നി അത് ശരി. കാരണം അവൻ്റെ 2 ആൾ ജയിക്കണമെങ്കിൽ RSS വോട്ട് വേണ്ടേ? പപ്പജിയും മുരളി. ഇവിടെ ഇവൻ ജയിക്കണമെങ്കിൽ കോൺഗ്രസിൻ്റെ വോട്ട് വേണ്ടേ? അപ്പോൾ അത് ജയിക്കണമെങ്കിലുള്ള വോട്ടിന് ഇവിടെ കൗണ്ടർ. അങ്ങനെ ഒരു സ്ഥിതി. ഈ ഇലക്ഷൻ വളരെ കടുത്തതാണെന്ന് ആന്റണി ഇടയ്ക്കിടയ്ക്ക് പറയുന്നു. അതുണ്ട്, കടുപ്പാ. കാരണം ആന്റണിക്കും ഇത് വിശ്വാസമില്ല, കരുണാകരനെ ആന്റണിക്കും വിശ്വാസമില്ല. അല്ല, ഈ കടുത്തതാണെന്ന് പറയുമ്പോൾ ഒന്ന് മറ്റേ ഈ ഐക്യം താഴേക്ക് ഇറങ്ങാൻ പോവുകയാണ്. കോൺഗ്രസിൽ ഇപ്പോൾ കരുണാകരനും ആന്റണി ഉണ്ടാക്കിയിരിക്കുന്ന ഐക്യം. പക്ഷെ താഴെ അല്ലല്ലോ. ഇന്നത്തെ കേരളവും നോക്കിയോ, ചാക്കോ, ശരത്ചന്ദ്ര പ്രസാദ്, നമ്മുടെ ഇവൻ രാജമോഹൻ ഉണ്ണിത്താനും കൂടി ഒരു പാർട്ടി ഉണ്ടാക്കാം. അപ്പോൾ അവർ വിചാരിക്കുന്നിടത്തല്ല നിൽക്കും. അപ്പോൾ കരുണാകരൻ നന്നായി ക്ഷീണിച്ചു പോകുന്നുണ്ടെന്നാണോ പറഞ്ഞത്? അതെ. അല്ല, കരുണാകരനെ പുറത്താക്കിയിട്ട് ഇന്നത്തെ കേരളത്തിൽ ഇതിലിടാ. അതാ ഞാൻ നിന്നെ കാണിക്കാനായി ഇത് കൊണ്ടുവന്നത്. പിന്നെ ഇതാ. അതെ. പക്ഷേ ഈ കരുണാകരനെ വളരെ നന്നായി അറിയാവുന്നൊരു രാഷ്ട്രീയക്കാരനാണ് ശ്രീനാഥ്. എനിക്കറിയാം. എൻ്റെ രോഗസ്ഥനാണല്ലോ കരുണാകരൻ. കണ്ണൂരിൽ നിന്നല്ല വന്നനെ. എൻ്റെ വീട്ടിൻ്റെ 8 നാഴി അപ്പുറത്തായി ഇവൻ്റെ തറവാട്. ഇയാൾ ചെറുക്കത്തെ പോരാ എൻ്റെ കാര്യസ്ഥനാണ്, ഇയാൾ അച്ഛൻ. അപ്പോൾ ഇവിടെ വന്ന കരുണാകരൻ ആ രാജാവിൻ്റെ കാര്യസ്ഥനാണ് കരുണാകരൻ്റെ അച്ഛൻ. ഈ പിരിവ് സ്വത്ത് അങ്ങനെയാണ് കരുണാകരൻ വളർന്നത്. പിന്നെ അച്ഛൻ മരിച്ചതിന് ശേഷം അയാൾ തൃശ്ശൂരേക്ക് വന്ന്. അങ്ങനെ കരുണാകരനും ഞങ്ങളും അടുത്ത വീട്ടുകാരാണ് നാട്ടിൽ. ഇപ്പം മക്കളുടെ വീടിൻ്റെ അവിടെ. അപ്പോൾ അന്ന് മുതൽ നന്നായിട്ട് കരുണാകരനെ അറിയാം. പിന്നെ കരുണാകരൻ കോൺഗ്രസ്, നമ്മളും കോൺഗ്രസ് ആയിരുന്നില്ല. പിന്നെ നമ്മൾ വിട്ട് കോൺഗ്രസും വിട്ട് കമ്മ്യൂണിസ്റ്റായി. കരുണാകരൻ അപ്പുറത്ത് പോയി. കരുണാകരൻ ഇവിടെ ഒരു കേസ് പ്രതിയായിരുന്നില്ല. തട്ടൽ കേസ്, മറ്റേ മർഡർ കേസ്, തട്ടൽ കൊലപാതകം. അല്ല, ഈ കരുണാകരൻ്റെ ഈ രാഷ്ട്രീയമായ ഒരു പരിണാമത്തെക്കുറിച്ച് എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? കരുണാകരൻ്റെ ഒരു രാഷ്ട്രീയ പരിണാമത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഒറ്റ കാര്യമുള്ളൂ, സ്വന്തം കാര്യം. സ്വന്തം കാര്യത്തിൽ പോളിറ്റിക്സ് നിൽക്കില്ല. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി, ഗൗരിയമ്മ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലായിരുന്നില്ലേ? ഇപ്പോൾ എവിടെ പോയി? ഗൗരിയമ്മ ആരാ പുറത്താക്കി? ഞങ്ങൾ പുറത്താക്കിയില്ല.
ഞാനാണ് സെക്രട്ടറി. ഗൗരിയമ്മേൻ്റെ പേരിൽ ആക്ഷൻ എടുത്തിട്ട് ആളെ ജില്ലാ കമ്മിറ്റിയിലേക്കാക്കി. പിന്നെ അവർ ജില്ലാ കമ്മിറ്റി പോവാതെ പുറത്തുപോയി. ഷീ ഈസ് റെസ്പോൺസിബിൾ. പക്ഷേ കരുണാകരൻ പൂതാൻ പറഞ്ഞാൽ മകന് സീറ്റ് മേടിച്ചു കൊടുത്തു, മകൾക്ക് സീറ്റ് മേടിച്ചു കൊടുത്തു, മകനെ മന്ത്രിയാക്കി. അതാ ഞാൻ പറഞ്ഞത്, അത് ഫാമിലി പ്രോബ്ലമായിട്ടും ഫാമിലിനെ ഉയർത്താനുമുള്ള ഒരു ഉപകരണമാക്കി കോൺഗ്രസ്. രാജ്യത്തിലെ ജനങ്ങളെ അഭിവൃദ്ധിപ്പെടുത്താനുള്ളതല്ല. ഈ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ എന്തിനായിരുന്നു? ഇന്ത്യൻ സ്വാതന്ത്ര്യമാണ്. സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം എന്താ കോൺഗ്രസിൻ്റെ ഈ തൊഴിലാളി, കർഷകരും, പാവപ്പെട്ടവൻ, കാർഷിക പരിഷ്കരണം, അതുപോലെ തന്നെ പ്ലാനിങ്, പണ്ഡിറ്റ് നെഹ്റുവിൻ്റെ പ്ലാനിങ്, ചേരിചേരാ നയം, ഇതൊക്കെ പോയില്ല ഇപ്പോൾ. പക്ഷേ ഇതുകൊണ്ട് കരുണാകരൻ ഇത്രയും സീറ്റുകൾ നൽകിയതിലൂടെ ആന്റണി തൻ്റെ കസേര ഉറപ്പിക്കാനും ആന്റണിക്ക് പറ്റി. ആന്റണി ഇവൻ്റെ അവസരവാദം, ഓപ്പർച്യൂണിസ്റ്റ്. ആന്റണി ഓപ്പർച്യൂണിസ്റ്റ് ആയതുകൊണ്ടാണ്. ഞാൻ ചോദിക്കുന്നു, ഈ രണ്ട് മകൾക്കും ഈ സീറ്റ് ആന്റണി സമ്മതിച്ചത് എങ്ങനെയാണ്? സറണ്ടർ. ആന്റണിയെ പുറത്താക്കാൻ ഞാൻ പറയാം 2.5 കൊല്ലം നേതാവ് മാറണം എന്ന് പറഞ്ഞ് ഈ കേരളത്തിൽ മുഴുവൻ കോൺഗ്രസിൻ്റെ അകത്തും ക്യാമ്പയിൻ നടത്തിയതാരാ? കരുണാകരൻ. ഈ എറണാകുളം സമ്മേളനത്തിലെ കോൺഗ്രസ് രണ്ടാക്കാൻ വേണ്ടി ഇന്ദിരാ കോൺഗ്രസിൻ്റെ മുദ്രാവാക്യം വിളിച്ചതാരാ? മറ്റൊന്ന് ആന്റണി പറയുന്നത്, എന്നെയും തൊഗാഡിയെയും ഒരു ഞാൻ പറഞ്ഞുതരാം അതിന് റിപ്ലൈ. തൊഗാഡിയെയും ഒരു ഫോട്ടോത്തിലടിച്ച് നിങ്ങളുടെ ടി വി വെച്ചപ്പോൾ കാണിച്ച്. അപ്പോൾ ഞാൻ പറഞ്ഞത് ശരിയാണ്, ടി വി വെച്ചതും ശരിയാണ്, നിങ്ങളെ കാണിച്ചതും ശരിയാണ്. പക്ഷെ അത് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയല്ല, അത് കെ കരുണാകരൻ്റെ മൂത്തപുത്രനാണ് കേട്ടാ അതടിച്ചത്. കേട്ടാ അതടിച്ചത്. അതിൻ്റെ തെളിവ് കിട്ടിയിട്ടുണ്ടോ? അല്ല, തെളിവ് നിങ്ങളെടുക്കണം. ബൈക്കോണ്ടി പോലീസ്. എൻ്റെ ക്വസ്റ്റ്യൻ ഞങ്ങളോട് കേൾക്കുന്നത്, നിൻ്റെത് അടിച്ചത് ഞങ്ങളുടെ എലിഗേഷനാണ് വിചാരിച്ചു, ഞങ്ങളുടെ ഒരു ആരോപണമാണ് നീ വിചാരിച്ചു. നിങ്ങൾ അന്ന് 2 കോൺഗ്രസ് ആവാൻ പോകുന്ന സമയത്ത് കൊച്ചിയിൽ ഇന്ദിരാ കോൺഗ്രസിൻ്റെ ഫോട്ടോ വെച്ച് കരുണാകരൻ്റെ ചുവട്ടിൽ വെച്ച് സമ്മേളനം നടന്നു. അധ്യക്ഷം വഹിച്ചത് ഇന്നത്തെ KPCC പ്രസിഡന്റ് PP തങ്കച്ചൻ അല്ലേ? അന്ന് 2 ദിവസം മുമ്പേ ഈ ഫോട്ടോ വന്നു എറണാകുളം. പോസ്റ്റർ അടിച്ചിറക്കി. പോസ്റ്റർ ആരാ? ഞാക്കെന്താ നിങ്ങൾ 2 കോൺഗ്രസ്, ഞാക്കെന്ത് തർക്കമാണ് അതിനുള്ള? ഇന്ദിരാ കോൺഗ്രസ് ഞാക്ക് വലിയ കാര്യമുണ്ട്. ഇതിലടിച്ചത് കരുതിക്കൂട്ടി അടിച്ചതാണ്. അടിച്ചത് ഈ കിങ്ങിണിക്കൂട്ടനാണ് അടിച്ചത്. മനസ്സിലായോ? അതിന് ചില വിവരങ്ങൾ കിട്ടിയിട്ടുണ്ടോ? അതിനെനിക്ക് വേറൊരു വിവരമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് എവിടെയാണെന്ന് തന്നെ ചോദിക്കേണ്ട, നീ പോലീസ് എൻക്വയറി ചെയ്യണം. ഞാൻ ഡിമാൻഡ് ചെയ്യുന്നത് പോലീസ് എൻക്വയറി ചെയ്യണം. എന്നാൽ എനിക്ക് തെളിവ് കിട്ടും. അടിച്ചത് പുറത്താണ്, കേരളത്തിന് പുറത്താണ് അച്ചടിച്ചത്. ശരി. അതുകൊണ്ട് ആ അടിച്ചത് ശരിയാന്നല്ലേ ഞാൻ പറയുന്നത്. അടിച്ച പോസ്റ്ററുണ്ട്, നിൻ്റെ ഫോട്ടോ ഉണ്ട്, തൊഗാഡിയും ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ അടിച്ച ആളെ നീ ഇടിച്ചിട്ടില്ല, നീ പിടിച്ചിട്ടില്ല. നിന്റെ വലം കയ്യാ അടിച്ച്. പക്ഷെ ഇപ്പം കരുണാകരൻ പറയുന്നത് ആന്റണിക്കും കൂടി മുദ്രാവാക്യം വിളിക്കുക എന്നാണ്. അതിപ്പോഴാണ്. അതിപ്പോൾ യോജിച്ചതിന് ശേഷം മകന് 2 പേർക്കും സീറ്റ് കിട്ടിയപ്പോൾ പിന്നെ എനിക്ക് മുദ്രാവാക്യം വിളിക്കാൻ എനിക്ക് നാട്ടം, വായിലെ നാക്കിന് വല്ല ബുദ്ധിമുട്ടുണ്ടോ? എല്ലും തൊലിയുണ്ടോ? എൻ്റെ മോന് നീ ഒരു മന്ത്രിസ്ഥാനം കൊടുത്തു, എൻ്റെ മോക്കൊരു ലോകസഭാ സീറ്റും കൊടുത്തു. പിന്നെ നിന്നെ സന്തോഷിപ്പിക്കുന്നതിനൊക്കെന്താ? ഞാൻ 2 മുദ്രാവാക്യം, ഞാനിപ്പോൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കരുണാകരനെതിരെ ഇറക്കിയിട്ട് എന്നെ വിളിക്കല്ലേ ഇപ്പോൾ? ശരി, ഇപ്പം സംസാരിക്കില്ല. അയ്യോ, ഇന്ന് രാവിലെ ആന്റണി വിളിച്ചാൽ ഞാൻ ഹോസ്പിറ്റലിൽ പോകുന്നതുകൊണ്ട് അങ്ങനെ അയാളുമായി ഞാനായിട്ട് ലോകിയുണ്ട് ഇപ്പോഴും. എന്നോട് ജപ്പാ പോകുന്നത് ഞാൻ ഇവരോട് പറഞ്ഞ എൻ്റെ സെക്രട്ടറിയോട് പറഞ്ഞിട്ടുണ്ട് വിടുന്ന സൗകര്യമൊക്കെ ചെയ്യാൻ. ഇന്ന് കാലത്ത് എന്നെ വിളിച്ചു ആന്റണി, എൻ്റെ സുഖം അന്വേഷിച്ചു. ഞാൻ പോകുന്നത് എനിക്ക് ആന്റണിയോട് വലിയ ഇഷ്ടമാണ്. പക്ഷേ ഐഡിയോളജിക്കലി പക്ഷെ അയാളുടെ സ്വഭാവം നന്നായിട്ട് അറിയുകയും ചെയ്യാം. പിന്നെ അറിയോ, ഐഡിയോളജിക്കലി ഡിഫറെൻറ്റ്. അതുകൊണ്ടെന്താ ഐഡിയോളജിക്കലി ഡിഫറെൻ്റ് ആയാൽ? അപ്പോൾ ഞാൻ പറയാം, ഹിറ്റ്ലറും സ്റ്റാലിനും തമ്മിൽ എഗ്രിമെൻ്റ് ആയിട്ടില്ലേ ചോദിച്ചിട്ട്? ഈ കരുണാകരനെതിരെ എന്തോ പറഞ്ഞിട്ട് പിന്നെ വിളിച്ചിട്ടേ ഇല്ല. ഇല്ല, കരുണാകരൻ വിളിച്ചിട്ടില്ല. കരുണാകരനെതിരായിട്ട് ഞാൻ സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കി. എപ്പോൾ? ഈ മകനെ മന്ത്രിയാക്കിയപ്പോൾ. അതിനുശേഷം വിളിച്ചു. ഹീസ് ആൻ ഓപ്പർച്യൂണിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് മനോരമയിലൊക്കെ വന്നു. തനി അവസരവാദിയാണ് ഈ കരുണാകരൻ, അല്ലെങ്കിൽ മകനെ മന്ത്രിസ്ഥാനം കൊടുക്കും. ഇന്ന് വരെ പിന്നെ വിളിച്ചിട്ടില്ല കരുണാകരൻ. അപ്പം അങ്ങനെ ഒരു കെറിവുണ്ട് ഇപ്പം അയാൾക്കുണ്ട്. എനിക്കില്ല, എനിക്കെന്തെന്ന് അയാൾക്ക് പുല്ല് അവസ്ഥാനം. എനിക്ക് കരുണാകരനെ പറ്റില്ല കെറിവുണ്ട്. അയാൾക്ക് എന്താ ചെയ്യാൻ കഴിയാൻ? ഒന്നും ചെയ്യാൻ കഴിയില്ല. പക്ഷേ
അയാളെ ഈസ് ആൻ ഓപ്പർച്യൂണിസ്റ്റ്. സ്വന്തം താല്പര്യത്തിന് വേണ്ടി, മകന് വേണ്ടി, കുടുംബത്തിന് വേണ്ടി ചെയ്യുന്ന പ്രവൃത്തി. എങ്ങനെയാണ് ഈ 2.5 കോടി ഉറുപ്പിക ഇവർക്ക് സ്വത്ത് വന്നത്? കനാലം പറഞ്ഞ് എനക്കൊരു മോതിരവും 4000 രൂപയേ ഉള്ളൂ എന്നല്ലടോ. അതെ. ഇന്ന് മകള് പറഞ്ഞു 2.5 കോടി ഉറുപ്പിക എങ്ങനെയാ വന്നത്? എൻ്റെ ചോദ്യം ഒന്ന്, മകനും 2 കോടി ഉറുപ്പിക അതെടുത്ത ഇത് ഇതിനകത്തുണ്ട് മകൻ്റെ അതെടുത്ത എൻ്റെ ക്വസ്റ്റ്യനാണ്. അല്ല, മകളുടെ ഭർത്താവ് ഡോക്ടറൊക്കെ ആണല്ലോ. അല്ല, മകളെ ഭർത്താവ് ഡോക്ടറായി, മകനെടുന്ന് 2 കോടി അതെടുത്ത്. എന്നാൽ പിന്നെ നിനക്കത് പറഞ്ഞൂടെ? അല്ല, നീ അത് പറഞ്ഞു, നിനക്ക് 2 കോടി ഉറുപ്പിക ഉണ്ടെന്ന് ജനങ്ങൾ അറിയട്ടെ. എന്താ കരുണാകരൻ ഈ പറയുന്ന പോലെ ഒരു മോതിരവും 4000 രൂപ? അല്ല, കരുണാകരൻ നന്നായി അറിയാവുന്ന ആളാണല്ലോ. ഈ കരുണാകരൻ ഈ പറയുന്ന പോലെ ദരിദ്രനാണോ? ഈ പറഞ്ഞ ഒരു മോതിരം മാത്രവും 4000? കളവാ, പച്ചക്കള്ളമല്ലേ കരുണാകരൻ പറയുന്നത്? പച്ചക്കള്ളമല്ലേ? ഈ കരുണാകരൻ്റെ ഭാര്യ നമ്മുടെ ജാരയും തമ്മിൽ വെരി ക്ലോസാണ്, വളരെ ക്ലോസാണ്. അവരുമായിട്ട് വലിയ. അപ്പോൾ ഈ വിവരങ്ങളൊക്കെ അവിടെ അറിയാം. പിന്നെ ശരി, വളരെ ക്ലോസാണ്. എൻ്റെ ഒരു സുഹൃത്തല്ലേ കരുണാകരൻ, എന്നെ ഇപ്പോൾ വിളിക്കല്ലേ ഈ അന്നത്തെ ആ സ്റ്റേറ്റ്മെൻറ്റിന് ശേഷം. അപ്പോൾ ഈ കരുണാകരൻ്റെ ഈ സ്വത്തുക്കളൊക്കെ മറച്ചു വെച്ചിട്ട് ഇങ്ങനെ എന്താ പറയേണ്ട ആവശ്യം എന്നാ എൻ്റെ ചോദ്യം. എൻ്റെ മക്കൾക്ക് സ്വത്തുണ്ട്, എനിക്കില്ല, പറഞ്ഞൂടെ? ഇപ്പം ഞാൻ പറയാം, എൻ്റെ പേഴ്സണൽ ഒരു വീട് എനിക്കില്ല, 1 സെൻറ്റ് ഭൂമിയും ഇല്ല. ഇവക്കുണ്ട്. ഓക്കൊരു 10 ഏക്കറയോ 8 ഏക്കറായിട്ട് കാണും. ശാരദയ്ക്ക് ഓളെ അച്ഛൻ കൊടുത്ത. എനിക്കൊരു വീടുമില്ല, 1 സെൻറ്റ് ഭൂമിയും ഇല്ല. ഞാൻ താമസിക്കുന്നത് ഇവളെ പേരിലുള്ള വീടാണ്, കല്യാശ്ശേരി. എന്നാൽ കരുണാകരൻ അത് പറഞ്ഞാൽ പോരെ? എന്താ പറഞ്ഞാൽ? ഞാൻ ചോദിക്കും, എനിക്കില്ലാന്ന് പറഞ്ഞാൽ ഉണ്ടെന്ന് പറഞ്ഞേ. പക്ഷെ കളവെന്തൻ? അതാണ് ഞാൻ ചോദിക്കുന്നത്. പച്ചക്കള്ളമാണ്. അപ്പോൾ ആ നിലക്ക് നോക്കുമ്പോൾ കരുണാകരൻ്റെ മക്കള് ഈ രാഷ്ട്രീയത്തിൽ വന്നതിനെ രാജൻ്റെ കൊലപാതകം, അല്ല ഈ അതെ, പത്മജ എന്തോ ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട് രാജനെ. എന്താ അത്? എന്തിനാ ആവശ്യം? രാജൻ്റെ കൊലപാതകം നമ്മൾ മുഴുവൻ പ്രതിഷേധിച്ചതല്ലേ ഇവിടെ? കരുണാകരൻ്റെ കാലത്ത് ഉരുട്ടിക്കൊന്നതല്ലേ രാജനെ? തിരുവനന്തപുരത്ത് അല്ല, കോഴിക്കോട്ടുള്ള മെഡിക്കൽ കോളേജിൽ, എഞ്ചിനീയറിംഗ് കോളേജിൽ ഉരുട്ടിക്കൊന്നതിനെ പറ്റി ഇപ്പോൾ അച്ഛനെ രക്ഷിക്കാനാ ഈ രാജ്യത്തിലെ ജനങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? അന്ന് ഈ കേരളം മുഴുവൻ കൊടുമ്പിരിക്കൊണ്ട പ്രക്ഷോഭമായിരുന്നു ശിക്ഷിക്കാൻ. കരുണാകരനെ ശിക്ഷിച്ചില്ലല്ലോ, പിന്നെ കോടതിയായി ശിക്ഷിച്ചു അവരെ. എന്താ രാജനെ? ഞങ്ങളൊക്കെ ഇവിടെ വർക്ക് ചെയ്തില്ലേ അന്ന്? പക്ഷേ ഈ ആന്റണി പറഞ്ഞിരിക്കുന്ന ഈ രാഷ്ട്രീയ കൊലപാതകങ്ങളും അക്രമങ്ങളും ഒക്കെ ചെയ്യുന്നത് CPM ആണ്. അതെ, അതാ പറയുന്നത്. ഞാൻ ചോദിക്കുന്നത്, ഞാൻ ഭരിച്ചത് 10.25 കൊല്ലം. അതിൻ്റെ ഒരു റിപ്ലൈ ചെയ്യാം. 1980 മുതൽ 81 ഒക്ടോബർ വരെ 1.25. പിന്നെ 87 പിന്നെ 987 മുതൽ 91 വരെ 4 കൊല്ലം. 87, 88, 89, 90. 4 1 5.25 കൊല്ലം. പിന്നെ 96 മുതൽ 2001 5 കൊല്ലം. അപ്പം 5 4 9 1 10.25. ഒരൊറ്റ വർഗീയ ലഹള ഈ കേരളത്തിൽ നടന്നിട്ടില്ല. ആന്റണിക്കുള്ള റിപ്ലൈ ചെയ്യാതെ ഒരൊറ്റ വർഗീയ ലഹള ഹിന്ദുവാവട്ടെ, മുസ്ലിമാവട്ടെ, ക്രിസ്ത്യാനിയാവട്ടെ ഈ കേരളത്തിൽ നടന്നില്ല. ഇവരും തലപൊക്കെ അനുവദിച്ചിട്ടില്ല. നമ്മളെ പോലീസില്ല എൻ്റെ കൂടെ. ഞാനല്ലേ ഹോം മിനിസ്റ്റർ. നിഷ്കരണം അടിച്ചമർത്തും. ഞാനല്ലേ ഹോം മിനിസ്റ്റർ. ഒന്ന്. രണ്ടാമത് മദിനി, തമിഴ്നാട് പോലീസ് വന്നിട്ടാണ് അറസ്റ്റ് ചെയ്യിക്കാൻ ഓർഡർ ഇഷ്യൂ ചെയ്തത്. നമ്മളെ പോലീസ് സഹായിച്ചു, അങ്ങനെ അറസ്റ്റ് ചെയ്തു. എന്നിട്ട് ആളെ വിടുക വേണ്ടി ഞാൻ പരമാവധി ശ്രമിക്കുമെന്ന് കോൺഗ്രസ്സുകാർ ഇലക്ഷനിൽ പറഞ്ഞു. ഇന്ന് വരെ തൊട്ടാണ് പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. പ്രസ്താവന ഇറക്കി. ഞാൻ അവരെ വിശ്വസിക്കില്ല. അന്ന് ഞാൻ പറഞ്ഞു, മദിനി, നിങ്ങളുടെ കാല് വെട്ടിയ RSSകാരനെ അറസ്റ്റ് ചെയ്തത് EK നായനാറാണ്. നിങ്ങൾക്കിപ്പോൾ 1.5 കാലേ ഉള്ളൂ. പകുതിക്കാലം RSSകാരൻ വെട്ടിമുറിച്ചു. ആ വെട്ടിയ കുറ്റവാളികളെ അറസ്റ്റ് ചെയ്യാനുള്ള കരുത്ത് എൻ്റെ പോലീസിനുണ്ടായിരുന്നു. മനസ്സിലാണ് അറസ്റ്റ് ഞാൻ പിരിയുന്നതിന് മുമ്പേ നിങ്ങളിപ്പോൾ ജയിലിലിട്ടിട്ട് ഇന്ന് വരെ പുറത്താക്കി. അതിനോട് പറഞ്ഞു? അല്ല, ഞാൻ റിപ്ലൈ പറഞ്ഞു. ഇപ്പം പറയുന്നത് ഇപ്പം അതിലേക്ക് മനസ്സിലായിട്ടുണ്ടാവും അതിൻ്റെ അർത്ഥം. അതൊന്നല്ലല്ലോ, അയാൾക്ക് സ്ഥിരം ഈ കളവ് പ്രചരിപ്പിക്കുക എന്നുള്ളതല്ലേ, മറ്റ് സ്ഥിരമായി ഇതല്ലല്ലോ. ഞാൻ ചോദിക്കുന്നത്, മദനിയെ അറസ്റ്റ് ചെയ്യിപ്പിച്ച തമിഴ്നാട് പോലീസ് കേസുണ്ട്. അന്ന് അദ്വാനിയെ കൊല ചെയ്ത കേസാണ്. കൊല ചെയ്യാനുള്ള ശ്രമം. കോയമ്പത്തൂർ ബ്ലാസ്റ്റ്.
സ്ഫോടന കേസ്. സ്ഫോടന കേസാണ്, അതിലെ പ്രതിയായി ആൾ. അതിന് നമ്മളെ കുറ്റം പറയുന്നത് തരാം. എന്നിട്ട് ആൻ്റണി ഉമ്മൻചാണ്ടി പോയിട്ട് നിന്നെ പിടിക്കും, MV രാഘവൻ പോയി കണ്ടു നിന്നെ പിടിക്കും, ആൻ്റണി പറഞ്ഞയച്ചു പോയി പറഞ്ഞ് നിങ്ങളെ പിടിക്കും, മുരളീധരൻ പോയി പറഞ്ഞ് നിങ്ങളെ പിടിക്കും. ഇന്നൊരു വിട്ട ഇപ്പോൾ അയാളുടെ ഭാര്യ ഡൽഹിയിൽ പോയി, എന്നിട്ട് മദ്വാനിയെ കണ്ടു ഈ രാജഗോപാലൻ വഴിക്ക്. ഇന്നൊരു വിട്ട അദ്വാനി പറഞ്ഞു നത്തിങ്, വിട്ടില്ല. ഇപ്പം അതെനിക്ക് മനസ്സിലാവുന്നുണ്ടാവും ഇവരൊക്കെ ആർക്ക് അവർക്ക് മനസ്സിലായെന്നല്ലാതെ ഇവരില്ല, പറഞ്ഞവർക്കില്ല. പറഞ്ഞവർ വിട്ട്. ഈ ആന്റണിക്കെതിരെയുള്ള ഒരു പൊതുവായ ഒരു ആരോപണം എന്ന് വെച്ചാൽ ഈ ഹിന്ദു വർഗീയ സംഘടനകളോടൊരു മൃദുഭാവം ഉണ്ട്. അത് ഇപ്പോഴത്തെ അയാളുടെ സീറ്റ് ഉറപ്പിക്കാനാണ്, അതിന് വേണ്ടിയാണ്. അതിന് ആന്റണി കുറ്റം പറയണ്ട. ആന്റണി സീറ്റ് ഉറപ്പിക്കാൻ BJP ആയിട്ടും കൂടും. എന്താ കാരണം? അല്ലെങ്കിൽ തൊഗാഡിയൊക്കെ കോഴിക്കോട്ട് മാറാട് പ്രസംഗിക്കാനും അതുപോലെ ടൗണിൽ പ്രസംഗിക്കാനും സൗകര്യം ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. എന്നിട്ട് അറസ്റ്റ് ചെയ്തില്ല. ഇവിടെ അയാളുടെ കാസറ്റ് വെച്ചു, ഇന്ന് വരെ അറസ്റ്റ് ചെയ്തില്ലല്ല. അപ്പോൾ പിന്നെ അയാൾക്ക് BJP പിന്തുണയുണ്ട്, അല്ലെങ്കിൽ ആനുകൂല്യമുണ്ട്, മനോഭാവമുണ്ട് എന്നുള്ള തെളിവല്ലേ? ഇല്ലെങ്കിൽ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തില്ല? ഒന്നത് മാത്രമല്ല, കാസറ്റ് വെച്ചാൽ ഉടനെ പോലീസോട് പറഞ്ഞല്ലേ ടേക്ക് ഇറ്റ്. എന്തിനാ ഇവൻ്റെ കാസറ്റ് ഇവിടെ? ഒരു 5 മിനിറ്റ് കേട്ടു, 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് കേട്ടു. ആ 45 മിനിറ്റ് കാസറ്റ് ഉണ്ട്. 45 മിനിറ്റ് കഴിഞ്ഞാൽ ഓർഡർ കൊടുക്കണ്ടേ? ഇയാളോട് കമ്മീഷണറോട് പറയണ്ടേ? ഇവിടുത്തെ പോലീസ് DIG ഉണ്ടല്ലോ, IG ഉണ്ടല്ലോ ഇവിടെ, തരകനോട് പറയണ്ടേ 5 മിനിറ്റ് കേട്ടു, ദെൻ സ്റ്റോപ്പ് ഇറ്റ്. പക്ഷേ ആന്റണി ഒരു എഫക്റ്റീവായിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റർ അല്ലേ? അല്ലല്ലോ, അല്ല, അതിപ്പോൾ അല്ല. അയാൾക്ക് ഇപ്പോഴും എഴുതിയാവില്ല, ഒരു ഭരണാധികാരിയാകാൻ കഴിയില്ല. അയാൾക്കൊരു ഒരു ഭരണം നടത്താനാവില്ല. എന്തുകൊണ്ട്? എൻ്റെ കാലത്ത് വർഗീയലകളെ കിള്ളിയില്ല, എൻ്റെ കാലത്ത് മാറാടില്ല, എൻ്റെ കാലത്ത് മൊത്തങ്ങയില്ല. എന്താ മൊത്തങ്ങിൽ വെടിവെച്ചൊരു ആദിവാസിയെ കൊന്നത് എൻ്റെ കാലത്തുണ്ടോ? കണ്ണൂർ ജയിലിൽ രവീന്ദ്രനില്ല കേട്ടോ, കൊന്നത് RSS. അതുപോലെ ആലപ്പുഴയിലുള്ളതായിരിക്കുന്ന നമ്മുടെ ഒരു സഖാവിനെ കൊന്നില്ലേ, തോമസ് ഐസക്കിൻ്റെ കോൺസ്റ്റിറ്റ്യൂൻസി. പക്ഷേ ആന്റണി മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് CPM മെയ് 10 കഴിഞ്ഞാൽ പിന്നെ കലാപത്തിന് ആഹ്വാനം. അതില്ല, കലാപത്തിന് ഞങ്ങൾക്ക് ആവശ്യമില്ല. കാരണം കലാപത്തിന് ആഹ്വാനം നോക്കുക വെച്ചാൽ പ്രൊപ്പഗാൻഡ. CPM ഇന്ന് തുടങ്ങിയതല്ല. CPI 1920 മുതൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യ രാജ്യത്ത് ആരംഭിച്ചത്. ഇന്ന് വരെ കലാപം നടത്തിയിട്ടാണോ പാർട്ടി വളർന്നത്? ഇവിടെ 1937 മുതൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തിക്കാൻ തുടങ്ങി. എന്നിട്ടെന്താക്കി? കലാപം നടത്തിയിട്ട്. ഇപ്പോൾ കലാപം നടത്തി വെച്ചാൽ അവരുടെ പ്രൊപ്പഗാൻഡയാണ്. നമ്മുടെ 37 മുതൽ ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുണ്ട്. ഇത് 2004. പിന്നെന്തിനാ ഞങ്ങളെന്തിനാ ബുദ്ധിമുട്ടുന്നത്? അതിൻ്റെ ആവശ്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നാൽ ഇറ്റ്സ് എ വർക്കിംഗ് ക്ലാസ് പാർട്ടി. അല്ല, ഈ ഇപ്പോഴത്തെ ഈ തിരഞ്ഞെടുപ്പിൻ്റെ ഒരു അവസ്ഥ എന്ന് വെച്ചാൽ ആന്റണി സർക്കാരിൻ്റെ പ്രവൃത്തികൾക്കെതിരെയുള്ളൊരു വിധിയെഴുത്താകും ഈ തിരഞ്ഞെടുപ്പെന്ന് ഉണ്ടല്ലോ. ആന്റണി സർക്കാർ അഗ്രികൾച്ചറിൽ എന്താ ചെയ്ത്? ഇവിടെ ഭൂപരിഷ്കരണത്തിന് കൃഷിക്കാരൻ ആത്മഹത്യയുടെ കടം പരിഹരിക്കാൻ നടപടിയെടുത്തു. കശുവണ്ടി തൊഴിലാളികൾ പിരിച്ചുവിട്ടു. ഞങ്ങളുടെ കാലത്ത് 200-ലധികം ദിവസം ജോലി കൊടുത്തു. ഇവൻ്റെ കാലത്ത് 17 ദിവസം ജോലി കൊടുത്തു. 4 ലക്ഷം കർഷക തൊഴിലാളികൾ, അല്ല 2 ലക്ഷം കർഷക തൊഴിലാളികൾ, കശുവണ്ടി തൊഴിലാളികൾ. ആരുടെ താല്പര്യങ്ങളായി സർക്കാർ സംരക്ഷിക്കുന്നത്? ഈ വെച്ചാൽ ഈ രാജ്യത്തിലെ റിയാക്ഷണറീസ്, പിന്തിരിപ്പന്മാർ, കുത്തക മുതലാളിമാർ മാത്രമല്ല, സെൻട്രലിൻ്റെ എബൈഡഡ് ബൈ സെൻട്രലിന് കീഴ് BJPയുടെ. ഈ എന്തുകൊണ്ട് ബംഗാൾ നടക്കുന്നില്ല? മൈ ക്വസ്റ്റ്യൻ അതാണ്. ബംഗാൾ സെൻട്രലിൻ്റെ ഏജൻസി അല്ല, കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയാണ്. ബംഗാളും കേരളവും ത്രിപുരയും ഒക്കെ പാർട്ടി ചർച്ച ചെയ്തിട്ടാണ്. അല്ല, ഇപ്പം ആന്റണി എപ്പോഴും പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, അതായത് ഇടതുപക്ഷത്തെ പോലെ കേന്ദ്രവുമായി ഒരു സംഘർഷത്തിന് ഞാനില്ല, ഒരു സഹകരണ അടിസ്ഥാനത്തിൽ ഒരു കോപ്പറേറ്റീവ് ആയിട്ടുള്ള സഹകരണം അല്ലല്ലോ. ഈ ക്ലാസ് സ്ട്രഗിൾ എന്ന് എനിക്ക് വിസ്മരിക്കാൻ കഴിയും. അതല്ല, കേന്ദ്ര ഗവൺമെൻറ്റുമായി ഒരു സംഘടനത്തിനോടല്ലോ. കേന്ദ്ര ഗവൺമെൻറ് ഈസ് പോളിസി ഫോർ BJPയുടെ പോളിസിയാണ്. അല്ല, ഈ ആന്റണീൻ്റെ ഈ പറഞ്ഞ സമീപനം കൊണ്ട് കേരളത്തിൽ എന്തെങ്കിലും നേട്ടം കിട്ടിയിട്ടുണ്ടോ? കിട്ടില്ല. കേന്ദ്രത്തിൽ നിന്ന് അല്ല, കിട്ടില്ല എന്നുള്ളതിനെ ഞാൻ പറയുന്ന 2 കാര്യം. ഒന്ന് BJPയുടെ സെൻട്രൽ ഗവൺമെൻറ് പോളിസി, BJPയുടെ സാമ്പത്തിക നയം, BJPയുടെ ചേരിചേരാ നയം അമേരിക്കക്ക് അനുകൂലം.
നീ ഇവിടെ എന്താ ചെയ്യുക? അതിനെതിരായി ഞങ്ങൾ ബംഗാളിൽ നീ ഇവിടെ അതുപോലെ BJPയുടെ കാർഷിക നയം അല്ലെ നിൻ്റെ കാർഷിക നയം 91 കൃഷിക്കാരൻ മുഴുവൻ ആത്മഹത്യയില്ല. ഏലമില്ല, കാപ്പിയില്ല, അതുപോലെ ധരിക്കുന്ന മറ്റുള്ള കാർഷിക ഉൽപ്പന്നങ്ങൾക്കൊന്നും ഒന്നും വിലയില്ല. കൃഷിക്കാരൻ തൂങ്ങിച്ചാവും. നീ പറയുന്നു സാധാരണ മരണം. അപ്പോൾ ഞാൻ ചോദിക്കാം, നിനക്ക് ഭരിക്കാനാവും? എന്തുകൊണ്ട് ബംഗാളിൽ തൂങ്ങിച്ചാകുന്നില്ല? എൻ്റെ ഈ ഭരണം വളരെ സുതാര്യമാണെന്നും അഴിമതി പോലുള്ള സംഭവങ്ങളെ വെച്ച് പൊറിപ്പിക്കാറില്ലെന്നും ആന്റണി പറയാം. അഴിമതിയാ? പക്ഷേ ആന്റണിൻ്റെ സഹപ്രവർത്തകരെ കുറിച്ചുള്ള താങ്കളുടെ അഭിപ്രായം? അല്ല, ഇവരെയൊക്കെ നന്നായി അറിയാവുന്ന രാഷ്ട്രീയ അതുകൊണ്ട് അറിയാം. അതുകൊണ്ട് ആന്റണിക്ക് ഒരൊറ്റ മന്ത്രിയെയും നിയന്ത്രിക്കാൻ കഴിവില്ല. ആരെയാ നിയന്ത്രിക്കുക? ശങ്കരനാരായണൻ. ഓൻ ധനകാരിയാണ്. ഇവൻ പറഞ്ഞ ശങ്കരനാരായണൻ കേൾക്കുക. MV രാഘവൻ. ശങ്കരനാരായണൻ ധനമന്ത്രിയാണ്. അതെ, MV രാഘവൻ സഹകരണം 1200 ചില്ലാൻ കോടി ഉറുപ്പികയുണ്ടെന്നാണ് ഇന്നത്തെ പേപ്പറിൽ. ഇവൻ പറഞ്ഞ ഓൻ കേൾക്കുക സഹകരണം. പിന്നെ നമ്മളെ മൂസക്കുട്ടി, ഇവൻ ടൂറിസം. കുഞ്ഞാലിക്കുട്ടി. അല്ല, കുഞ്ഞാലിക്കുട്ടി തീരെ കേൾക്കില്ല. ഒട്ടും കേൾക്കില്ല. ഇല്ല, ഇൻട്രസ്റ്റ്. ഞാൻ പറഞ്ഞാൽ കേൾക്കും. ഇപ്പം പറഞ്ഞാലും കേൾക്കും. ഞാനിപ്പം പറഞ്ഞാലും കേൾക്കും. അതാ കുഞ്ഞാലിക്കുട്ടിയുടെ വ്യത്യാസം. ഇവൻ പറഞ്ഞാൽ കേൾക്കില്ല. ആന്റണി കേൾക്കില്ല. അയ്യോ, എനക്കറിയില്ലേ കേൾക്കില്ല. അല്ല, ഇങ്ങനെ ഒരു മുഖ്യമന്ത്രി പറഞ്ഞാൽ കേൾക്കില്ല. അയാൾക്ക് ആവശ്യം ആ കസേര. അതിലൊരു മുഖ്യനായിരിക്കണം. ആര് പറഞ്ഞാൽ കേട്ടിട്ടില്ലെങ്കിൽ എനിക്ക് കുഴപ്പം. പിന്നെ സഖാവിൻ്റെ പഴയ സുഹൃത്തുണ്ട് KM മാണി കേൾക്കുകയില്ല. അയ്യേ, മാണിക്ക് 5 സീറ്റുണ്ട്. മാണി ജീവിക്കുന്നതിനാണെന്നറിയാം. 5 സീറ്റുണ്ട് അസംബ്ലി. പാലായി, വാറ്റോഴ, അതിൻ്റെ ചുറ്റും കിടക്കുന്ന ഇപ്പോഴത്തെ മോന വെച്ച സീറ്റ്. അങ്ങനെ പൂഞ്ഞാറ് ഇപ്പം തോറ്റുപോയി, നമ്മൾ കെട്ടി. അപ്പോൾ 5 സീറ്റ് മാത്രം അതിന് ബിഷപ്പുണ്ട്. ഇതേ ആന്റണിക്ക് വേണ്ടു. മാണിക്ക് അത് കഴിഞ്ഞാൽ ഒരു മിനിസ്റ്ററി കിട്ടും. പിന്നെന്താ? മാണിക്ക് അത്രേ ഉള്ളൂ. മാണി ഇപ്പം എന്നോട് ഞാൻ പറയില്ലേ മാണിയുടെ മുമ്പിൽ വെച്ചത്. മാണിക്ക് വലിയ ചിരിയാ, സന്തോഷമാണ് ഈ കാര്യം പറയുമ്പോൾ. ഞാനീ പറയുന്നതിൽ വലിയ സന്തോഷമാണ് മാണിക്ക്. എന്താ കാരണം വെച്ചാൽ ഇതേ ഉള്ളൂ താല്പര്യം. ഈ ലോകം മുഴുവൻ കീഴടക്കണമെന്ന് മാനിക്കില്ല. പക്ഷെ ഇടയ്ക്ക് മാണി വന്ന് കേന്ദ്രമന്ത്രിയാകാൻ വേണ്ടി ഒരു ഡൽഹിക്ക് പോക്ക്. അത് പൊളിഞ്ഞു പോയി. അത് കരുണാകരൻ പൊളിച്ചതാണ്. അത് ശരി. അത് പൊളിച്ചത് കരുണാകരൻ. എനിക്കറിയാം. ഇയാളെ കിടന്ന മുറിയിൽ നിന്നല്ല ഇടിയിട്ടത്. കരുണാകരൻ പൊളിച്ചത്. പിന്നെയുണ്ട് ബാലകൃഷ്ണപിള്ളയെ പോലുള്ള. ബാലകൃഷ്ണപിള്ളയുണ്ട്, നമ്മുടെ ജാക്കബുണ്ട്, TM ജേക്കബ്, കരിയാർകുറ്റി കാരാപ്പാറ. അഴിമതിയുടെ ഒരുപടി ചന്ദനത്തിൻ്റെ ഉണ്ട്. സുധാകരൻ. ഒരുപടി കേസ് ആരോപണമുണ്ട്. അതിലൊന്നും ഈ ആന്റണിക്ക് ഇടപെടാനാവില്ല. എന്നുള്ളത് അയാളുടെ ദൗർബല്യമാണ്. ഒരൊറ്റ മിനിസ്റ്റർ ഈ ആന്റണി പറഞ്ഞാൽ കേൾക്കില്ല. നീ ഏത് മിനിസ്റ്ററാ ആന്റണി ശക്തിയായി പറയും? ഞാൻ നിന്നോട് ചോദിക്കും. MM ഹാസനക്കില്ലേ ആന്റണിയുടെ ഗ്രൂപ്പുകാരൻ? ഹസൻ ഇവൻ്റെ കാര്യസ്ഥനാണ്. ഓ ശരി. മന്ത്രിയുടെ ഒരു പദവി. സർവൻ്റ് ഈ പെട്ടിയെടുക്കുന്നത്. അയ്യോ, ഓന് വല്ല ഇതുണ്ട്. ഓനാ ഇവിടെ പോകാനും ദുബായി പോകാനും മറ്റിടത്ത് പോകാനും. പ്രവാസിക്ക് ഇവിടെ ക്യാബിനറ്റിൻ്റെ ആവശ്യമുണ്ട്. ഞാൻ ചോദിക്കും, ഞാൻ പ്രവാസിയുടെ മന്ത്രിയാണ് അന്ന്. ഇപ്പം പ്രവാസിക്ക് മന്ത്രിസ്ഥാനം വേണം. 10.25 വർഷം ഭരിച്ചല്ലോ. ഭരിച്ച് ഈ ഭരണത്തിൻ്റെ പരിചയം വെച്ച് ഇടയ്ക്ക് ആന്റണി ഇങ്ങനെ ചെയ്യണം അങ്ങനെ പറയാറുണ്ടോ? വല്ല ഒരു ഉപദേശം? ഞാൻ 10.25 ഭരിച്ചു. അതിനു മുമ്പ് EMS 5 കൊല്ലം ഭരിച്ചു. ഈ 2 ഭരണത്തിന് വ്യത്യാസം കാർഷിക പരിഷ്കാരം. ഞാൻ പറഞ്ഞുതരാം. മറ്റൊന്ന്, തൊഴിലാളികളെ പണിമുടക്കുമ്പം പോലീസ് ചാർജ് ചെയ്യാൻ പാടില്ല. ഒരൊറ്റ വർഗീയ ലഹളയെ പോലീസിനെ ഉപയോഗിച്ച് സമ്മതിക്കില്ല. അടിച്ചമർത്തും. അല്ലെ പോലീസിനെ ഉപയോഗിച്ചത് നിർവീര്യമാക്കും. വർഗീയ ലഹളയില്ല. മറ്റൊന്ന്, ഈ ഇഷ്യൂ ഈ രാജ്യത്ത് അഴിമതി. എൻ്റെ ക്യാബിനറ്റിൽ ഒരുത്തൻ അഴിമതി നടത്താൻ ഇല്ല. ഒരുത്തൻ പെണ്ണ് പിടിക്കാൻ ശ്രമിച്ചു. ഓനെ 2 ദിവസം ഞാൻ പുറത്താക്കി. 2 ദിവസം കൊണ്ട്. മനസ്സിലായ നാടാരെ? 2 ദിവസത്തിന് ശേഷമാണ് ഞാൻ പുറത്താക്കി ക്യാബിനറ്റിൽ നിന്ന്. വിത്തിൻ 2 days. ആൻഡ് സഹിക്കുക. അല്ലെ ചോദ്യം. അപ്പോൾ കറപ്ഷനില്ല, വർഗീയ ലഹളയില്ല. കാർഷിക പരിഷ്കാരം EMSൻ്റെത്. ഞാൻ വന്നു കർഷക തൊഴിലാളിക്ക് പെൻഷൻ കൊടുത്തു. ഞാൻ കശുവണ്ടി തൊഴിലാളിക്ക് പെൻഷൻ കൊടുത്തു. ഞാൻ യുവാക്കൾക്ക് പെൻഷൻ കൊടുത്തു.
EMS ഇതിന് വീണത് ബേസിക്സ്. പിന്നെ വികസനം ഏറ്റവും നന്നായി വേൾഡിൽ ഇന്ത്യയിൽ ഒരു വികസനത്തിൻ്റെത് ഇവിടെയാണ്. ഇത്രയും അനുഭവജ്ഞാനമുള്ളൊരു വ്യക്തി നിലയില്ലേ എന്തുകൊണ്ട് ഇടയ്ക്ക് ഉപദേശം കൊടുത്തുകൂടാ? ഞാൻ നിന്നോട് കേൾക്ക്. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഒരു ചോദ്യം എന്നോട് ചോദിക്കാം, ഇത്രയധികം ഗുണം ചെയ്തിട്ട് നിങ്ങളെന്താ തോറ്റത്? എനിക്കറിയാം ഇതൊക്കെ ചോദിക്കുന്നത് കേട്ടോ. അതിന് കാരണമുണ്ട്. എന്താ അറിയാം, മാർക്സിസം പറയുന്നത് പോളിറ്റിക്സിൽ 3 മുന്നണിയാണ്. ഒന്ന് എക്കണോമി, ദെൻ പോളിറ്റിക്സ്, ദെൻ ഫിലോസഫി. ഈ 3 മുന്നണിയിലും ജനങ്ങളെ മൊബിലൈസ് ചെയ്തിട്ടില്ലെങ്കിൽ യു വിൽ നോട്ട് ബി ദർ. അതാണ് ഒന്ന്. നമ്മൾ എക്കോണമി മാത്രമേ ചെയ്തുള്ളൂ. യു ഡിഡ്ന്റ് കോൺസെൻട്രേറ്റ് ഇൻ പൊളിറ്റിക്സ് ആൻഡ് ഫിലോസഫി. പൊളിറ്റിക്സ് ആൻഡ് ഫിലോസഫി വീക്ക. അതാണ് 35 ലക്ഷം കൃഷിക്കാരന് ഭൂമി കൊടുത്തിട്ടോ ഞമ്മക്കെതിരായിട്ട് പൊട്ടിയത്. മനസ്സിലായോ? എത്ര ചെയ്തിട്ട്? ഞാൻ 3 ലക്ഷം കർഷക തൊഴിലാളിക്ക് പെൻഷൻ കൊടുത്തിട്ട് എനിക്കെതിരായിട്ട് വോട്ട് ചെയ്തു. മനസ്സിലായി? അല്ല, എനിക്കതിൽ ദുഃഖം വേണ്ട. എന്തുകൊണ്ട് വന്നു എന്ന് യു റീസണബിൾ, യു ഡിസ്കസ് ഇറ്റ് ആൻഡ് അനലൈസ് ഇറ്റ് ആൻഡ് വേ ഔട്ട്. കറക്റ്റ്. അതാണ് ദാറ്റ് ഈസ് എ പ്രോസസ്. അതാണ് ഞാൻ പറയുന്നത്. മാർക്സിസം അതിന് പറഞ്ഞിട്ടുണ്ട്. കാറൽ മാർക്സ് പാരീസ് കമ്മ്യൂണിൽ ഫ്രാൻസിലുണ്ടായിരുന്നു. കാറൽ മാർക്സ് ഫ്രാൻസിലെ സമരത്തെ 3 മാസം ഭരിച്ച പട്ടിച്ചപ്പുറത്ത് അയാളാടുന്ന് ഓടി രക്ഷപ്പെട്ട് ലണ്ടൻ. അത് എക്കണോമിക്കല്ല, പൊളിറ്റിക്സ് അല്ല. പോളിറ്റിക്സ് വന്നത് നവംബർ 7 റഷ്യ. ഫെബ്രുവരിയിൽ റഷ്യൻ വിപ്ലവം എക്കണോമിക്കലാണ്. അപ്പോൾ ഈ ഇൻ്റർനാഷണലി സ്റ്റോറി അല്ല സയൻസ്. ഇപ്പോൾ മാർക്സിസം എന്താണ് ഈ സൊസൈറ്റിയെ പറ്റി പറഞ്ഞത്, അത് നീ പഠിച്ചാൽ എനിക്ക് കുഴപ്പമില്ല. ഇനി ഞാൻ നേരത്തെ ചോദിക്കാൻ ശ്രമിച്ചിട്ട് സഖാവ് വളരെ ബോധപൂർവ്വം മാറിയത് ചോദ്യമുണ്ട്. ഇത്രയും അനുഭവജ്ഞാനം ഉണ്ടായിട്ട് ഇടയ്ക്കൊന്ന് ആൻ്റീനെ ഉപദേശിച്ചൂടെ? ഇടയ്ക്ക് ഫോൺ വിളിക്കാറില്ല, ഇടയ്ക്ക് ആൻ്റണിയെ ഒന്ന് ഉപദേശിച്ചൂടെ എങ്ങനെ ഭരിക്കണം എന്നൊക്കെ? ഇല്ലല്ലോ, അയാൾ 59 മുതൽ തുടങ്ങിയല്ല ആൻറ്റി കമ്മ്യൂണിസം. 59 ഞാൻ പറഞ്ഞല്ലോ, അയാളെ തുടക്കം എവിടെ നിന്ന്? അല്ല, ഇടയ്ക്ക് ഇല്ല ആൻ്റണി നിങ്ങളുടെ പോക്ക് എൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ലേ? ഞാൻ എത്ര ദിവസം ചോറ് കൊടുത്തില്ലേ? അത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? യുവർ ഇൻ്റലക്ച്വൽ കപ്പാസിറ്റി നോക്കിയിട്ട് ഇവിടെയാണ് ഇതിൻ്റെ. അപ്പോൾ എത്ര പറഞ്ഞാലും ശരിയാവില്ല. ആവില്ല. ഇവിടെയാണ് ഇതിൻ്റെ ക്ലക്സ് കിടക്കുന്നത്, ഇതിൻ്റെ ഉള്ളിലാണ്. അല്ല, ആനന്ദിയോട് എപ്പോഴെങ്കിലും പറയാൻ ശ്രമിച്ചു? അല്ലാതെ എൻ്റെ കൂടെ ഭക്ഷണം എത്ര ദിവസം കഴിച്ചിനാണ്, എത്ര ദിവസം KKG സെൻ്റർ വന്ന് ചായ കുടിച്ചിനാണ്. വല്ല കാര്യമുണ്ട്? അല്ല, അന്ന് ചെയ്തത് ഒരു കാര്യമാണ്. കാരണം കോൺഗ്രസിനെ തോൽപ്പിക്കാനാണ്. ഇന്ദിരാഗാന്ധിയെ കോൺഗ്രസ് സംഘടനാ കോൺഗ്രസ് വന്നില്ലേ? അപ്പോൾ എത്ര പറഞ്ഞാലും ഉപദേശിച്ചാലും ഒന്നും ഇത് ആൻറ്റി കമ്മ്യൂണിസം പോവില്ല. എങ്കിലും വി ക്യാൻ യൂട്ടിലൈസ് ഇറ്റ് ആൻഡ് ടാക്ടിക്സ്. ഒന്ന്, കേരള, ബംഗാൾ, ത്രിപുര ഡിഫീറ്റ് കോൺഗ്രസ്, ഡിഫീറ്റ് BJP. എന്താ കാരണം എന്ന് പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ നയത്തോടു കൂടിയാണ് BJP ഡെവലപ്പ് ചെയ്ത് വരുന്നത്. അതല്ല സാർ, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ കഴിഞ്ഞ ഒരു നമുക്ക് ഓർമ്മയുള്ള സമയത്തും അതിനു മുമ്പുള്ള സമയത്തും ഒരു 5-6 പതിറ്റാണ്ടായിട്ട് കേരളത്തിലെ എല്ലാ തിരഞ്ഞെടുപ്പുകളിലും നിറഞ്ഞു നിന്നിട്ടുള്ള വ്യക്തിയാണ് സഖാവ്. ഇപ്പോൾ ശാരീരികമായ ചില കാരണങ്ങൾ കൊണ്ട് അല്പം വിട്ടു നിൽക്കുമ്പോൾ എന്താ തോന്നുന്നു? ഒരു വെമ്പൽ തോന്നുന്നു. അല്ല, എനിക്ക് പുറത്ത് പോകണമെന്ന് വെമ്പല്. അത് ശരി, അതാണല്ലോ എൻ്റെ വെമ്പല്. ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അവിടെയാണല്ലോ എൻ്റെ ക്ഷീണം. അപ്പോൾ ഒരു വല്ലാത്തൊരു വിമിഷം തോന്നുന്നുണ്ടല്ലോ. ഉണ്ട്, വായിക്കുന്നുണ്ട്. വായനയുള്ളൂ പിന്നത്തെ ആശ്രയം. എന്നാലും ഒരു സങ്കടമുണ്ടല്ലേ? ഉണ്ട്. ജനങ്ങളെ അഡ്രസ് ചെയ്യാൻ കഴിയാത്ത അതുണ്ട്. ഈ ഇലക്ഷൻ കാലത്ത് ആയിരക്കണക്കിന് ആളുകളുണ്ട് അഡ്രസ് ചെയ്യണം. അവർ വഴി തെറ്റുവേ, അവർക്ക് പൈസ കിട്ടും. എന്ത് ചെയ്യും? വാട്ടാരി പോയിട്ടുള്ളൂ. ലക്ഷക്കണക്കിന് ഉറുപ്പ്യ കൊടുക്കാൻ പോകുന്നു കോൺഗ്രസ് BJP. അപ്പോൾ അവരെ ബോധവൽക്കരിക്കാൻ പറ്റാത്തതിലൊരു ക്ഷീണം അതുണ്ട്. അവിടെ നമ്മൾ അപ്പീൽ ടു ദ പീപ്പിൾ. കേരള BJPയെയും കോൺഗ്രസിനെയും തോൽപ്പിക്കാൻ. അതാണ് ഇപ്പോൾ ഇന്ത്യൻ കണ്ടീഷനെ. കോൺഗ്രസ് മെജോറിറ്റി കിട്ടുകയാണെങ്കിൽ ആഫ്റ്റർ ദ ഇലക്ഷൻ വി വിൽ ഡിസ്കസ് ഇറ്റ് വാട്ട് ടാക്ടിക്സ് വി വിൽ അഡോപ്റ്റ് ടു ഡിഫീറ്റ് BJP. അപ്പോൾ ഈ വിഷമത്തിൻ്റെ ഇടയിലും ജനങ്ങൾ നല്ല സഖാവ് വിചാരിക്കുന്ന വിഭാവനം ചെയ്യുന്ന രീതിയിൽ ജനങ്ങൾ വോട്ട് ചെയ്യുമെന്നൊരു പ്രതീക്ഷ ഉണ്ടല്ലോ. ഉണ്ട്. അത് ഇപ്പോഴത്തെ സിറ്റുവേഷൻ അനുകൂല.
സിറ്റുവേഷൻ അനുകൂലം, അതിനെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടോ എന്നുള്ള പ്രശ്നമുള്ളൂ. ഞാൻ പറഞ്ഞ കോൺഗ്രസ് ഡിവൈഡഡ്. ശരി, അതാണ് BJP